സോവിയറ്റ് യൂണിയനും അമേരിക്കയും മത്സരിച്ച ശീതയുദ്ധത്തിന്റെ അവസാനം ബാക്കിയായത് അവരായിരുന്നു. 1990 മുതൽ ഏകധ്രുവ ലോകത്തിന്റെ അധിപരായ അമേരിക്ക ഈ വലിയ നീലഗ്രഹത്തിന്റെ പോലീസായി. 1,00,000 ടൺ കേവ് ഭാരമുള്ള വിമാനവാഹിനി കപ്പലുകൾ മുതൽ ഗ്രീൻബാക്കിൽ അച്ചടിച്ച ഡോളറിന്റെ അനിഷേധ്യമായ ഭാരം വരെ അവരെ ചോദ്യം ചെയ്യാത്തവരാക്കി. മെയ്ഡ് ഇൻ USA മുദ്ര പതിപ്പിച്ച ആഗോളവൽക്കരണത്തിന്റെ യുഗത്തിൽ നല്ലതിനായാലും ചീത്തയ്ക്കായാലും ഡെവലപ്മെന്റ്, സെക്യൂരിറ്റി, ഫ്രീഡം എന്നിവയെ ലോകം കണ്ടത് അമേരിക്കൻ കണ്ണിലൂടെയായിരുന്നു. എന്നാൽ സാമ്രാജ്യങ്ങൾ ഋതുക്കളെപ്പോലെ വരികയും അസ്തമിക്കുകയും ചെയ്യും. 1991 ആരംഭിച്ച അമേരിക്കൻ ആധിപത്യം പതിയെ മങ്ങുകയാണ്. ബീജിംഗ് മുതൽ ബ്രസൽസ് വരെയും മോസ്കോ മുതൽ മുംബൈ വരെയുമുള്ള ബോർഡ് റൂമുകളിലും വിദേശകാര്യ മന്ത്രാലയങ്ങളിലും അമേരിക്കൻ മാനുവലുകൾ തുടർച്ചയായി അവഗണിക്കപ്പെടുന്നു. നമ്മളിത് ചെയ്യുമ്പോൾ വാഷിംഗ്ടണിന് അത് ഇഷ്ടപ്പെടുമോ എന്ന ആശങ്ക ആരും ഇപ്പോൾ ഉന്നയിക്കുന്നില്ല, വളരെ കുറച്ച് പേരൊഴിച്ച്. ലോകത്തിൽ ഏറ്റവും പുരാതനമായ നാഗരികതയുള്ള ചൈന നേർക്ക് നേർ നിന്ന് അമേരിക്കൻ മേധാവിത്വത്തെ വെല്ലുവിളിക്കുന്നു. മുറിവേറ്റ കരടിയായ റഷ്യ പുതിയ ബന്ധങ്ങളും ചേരികളും ഉണ്ടാക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ തങ്ങളുടേത് മാത്രമായ ശക്തമായ സ്വതന്ത്രപാത രൂപപ്പെടുത്തുന്നു. അമേരിക്കയുടെ ഏറ്റവും പഴയ സഖ്യകക്ഷികൾ പോലും സ്വന്തം രീതിക്ക് ചിന്തിച്ചു തുടങ്ങി. ഒരിക്കൽ അമേരിക്കൻ ന്യൂക്ലിയർ അംബ്രല്ലയ്ക്ക് കീഴിൽ സുരക്ഷിതരായിരുന്ന യൂറോപ്പിൽ ഇപ്പോൾ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്നൊരു പുതിയ വിദേശ നയം ഉയർന്നു വന്നിരിക്കുന്നു. ഇതൊരു കലാപമല്ല, പുനഃക്രമീകരണമാണ്, റീകാലിബ്രേഷൻ. ചരിത്രകാരനായ പോൾ കെന്നഡി തന്റെ ക്ലാസിക് കൃതിയായ ദ റൈസ് ആൻഡ് ഫാൾ ഓഫ് ദ ഗ്രേറ്റ് പവേഴ്സിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒരു രാജ്യത്തിന് തങ്ങളുടെ അതിരുകൾക്ക് പുറത്ത് നിരവധി ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുണ്ടെന്ന് വെക്കുക. അതേസമയം തന്നെ അകത്ത് ആ രാജ്യം സാമ്പത്തിക നൂലാമാലകളിൽ പതിയെ ദ്രവിച്ചുകൊണ്ടിരിക്കുകയുമാണെങ്കിൽ പുറത്തെ ഉത്തരവാദിത്തങ്ങൾ അതിനെ നിറവേറ്റാൻ കഴിയാതെ വരും. ഇതിനെയാണ് സാമ്രാജ്യത്വ അതിവ്യാപനം അഥവാ ഇമ്പീരിയൽ ഓവർ സ്ട്രെച്ച് എന്ന് പറയുന്നത്. റോമ സാമ്രാജ്യമടക്കം ലോകത്തിലെ എല്ലാ ഇതിഹാസങ്ങളും നശിച്ചത് അങ്ങനെയാണ്. ഇനി ആ കഥയിലേക്കാണ്. അമേരിക്കൻ യുഗം അവസാനിക്കുകയാണോ? രണ്ടാം അമേരിക്കൻ ഡ്രീമിന്റെ അസ്തമയം നമുക്ക് ആ രാജ്യത്തിന്റെ അകത്തുനിന്ന് പറഞ്ഞു തുടങ്ങാം. ആദ്യം അമേരിക്കക്കകത്ത് സംഭവിക്കുന്നത് എന്താണെന്നറിഞ്ഞാലേ പുറത്തുള്ള വെല്ലുവിളികളുടെ ആഴം വ്യക്തമാകൂ. അമേരിക്കയുടെ ആകെ ദേശീയ കടബാധ്യത $34 ട്രില്യൺ. അവരുടെ GDPയുടെ 120%. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് മാത്രമാണ് GDPയുമായി താരതമ്യം ചെയ്യുമ്പോൾ കടം ഇത്രയും ഉയർന്ന നിലയിലെത്തിയത്. അന്ന് യൂറോപ്പിലെയും പസഫിക്കിലെയും യുദ്ധമുഖങ്ങളിൽ അമേരിക്ക ഡോളർ കത്തിച്ചു തീർക്കുകയായിരുന്നു എന്ന ന്യായമുണ്ടായിരുന്നു. ഇന്നോ? കോർപ്പറേറ്റുകൾക്കുള്ള നികുതി വെട്ടിക്കുറയ്ക്കൽ, ഏഷ്യയിലും ആഫ്രിക്കയിലും തെക്കേ അമേരിക്കയിലും നടന്ന അവസാനിക്കാത്ത യുദ്ധങ്ങൾ, മാറി മാറി പരീക്ഷിച്ച അർത്ഥമില്ലാത്ത സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാമുകൾ, സുരക്ഷാ പ്രതിസന്ധികൾ, ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം എന്നിവയാണ് ഈ കടബാധ്യതയ്ക്ക് കാരണം. ഡോളർ അച്ചടിക്കുന്നത് അമേരിക്കയാണ്. ലോകത്തിന്റെ കറൻസി ഡോളറാണ്. അവരുടെ കടം അവരുടെ തന്നെ പ്രോവിഡന്റ് ഫണ്ട് ലോൺ പോലെ ലളിതമാണ് എന്നെല്ലാം തോന്നാം. യാഥാർത്ഥ്യം അതല്ല. 2001 അമേരിക്കയിൽ അച്ചടിച്ചിരുന്ന $1 ഒരു 6 മാസക്കാലം ലോകവിപണിയിൽ ഒരു കറക്കം കറങ്ങി $1.25 തിരികെ അമേരിക്കയിൽ തന്നെ എത്തിയിരുന്നു. വിനിമയ നിരക്കിലെ ലാഭം, പലിശ നിരക്കിലെ ലാഭം എല്ലാം കെട്ടിക്കൊണ്ടിരുന്നത് അമേരിക്കയ്ക്കാണ്. ലോകം ഇത് കുറെ സഹിച്ചു. അവർക്ക് മറ്റു ഓപ്ഷനുകൾ ഉണ്ടായിരുന്നില്ല. ലോക സമ്പദ് വ്യവസ്ഥയിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ രാജ്യങ്ങൾക്ക് ഡോളർ ഇല്ലാതെ പറ്റില്ലായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം US ഡോളർ ഒരു കറൻസി എന്നതിലുപരി ഭൂമിയുടെ ഫിനാൻഷ്യൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി. അതുകൊണ്ട് തന്നെ ഇത് അമേരിക്കയ്ക്ക് അസാധാരണമായ ഒരു എക്സോർബിറ്റൻ പ്രിവിലേജും നൽകി, വളരെ കുറഞ്ഞ പലിശയ്ക്ക് കടം വാങ്ങാനുള്ള കഴിവ്. എന്നാൽ ഡോളറിലുള്ള ഈ അമിത ആശ്രയത്വം അതിനെ തന്നെ കുഴപ്പത്തിലാക്കിയിരിക്കുകയാണിപ്പോൾ. ലോക ജനസംഖ്യയുടെ 40%-ലധികം പ്രതിനിധീകരിക്കുന്ന ബ്രിക്സ് രാജ്യങ്ങൾ സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താൻ ആരംഭിച്ചതോടെ ഡോളർ അന്താരാഷ്ട്ര വിപണിയിൽ ഗതികിട്ടാപ്രേതമായി. ചൈനയും റഷ്യയും അവരുടെ വ്യാപാരത്തിന്റെ ഭൂരിഭാഗവും യുവാനിലും റൂബിളിലുമാണ് നടത്തുന്നത്. ഇന്ത്യയും UAEയും ഇപ്പോൾ രൂപയിലാണ് എണ്ണ ഇടപാടുകൾ തീർപ്പാക്കുന്നത്. 2023 ലോക ചരിത്രത്തിലാദ്യമായി ആഗോള വ്യാപാര ഇൻവോയ്സുകളുടെ 50%-ൽ താഴെ മാത്രമാണ് ഡോളറിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾ ഡോളർ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ താരിഫ് കൂട്ടുമെന്ന ട്രംപിന്റെ ഭീഷണി രാജ്യങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ല. അമേരിക്കൻ ഡോളറിന്റെ രണ്ടാമത്തെ ഫോൾട്ട് ലൈൻ ക്രിപ്റ്റോ കറൻസികളും ഡിജിറ്റൽ അസറ്റുകളുമാണ്. 2008 അമേരിക്കൻ സാമ്പത്തിക പ്രതിസന്ധിയുടെ ചാരത്തിൽ നിന്ന് ജനിച്ച ബിറ്റ്കോയിന്റെ DNA-യിൽ ബെയിലൌട്ടുകൾ, പരിധിയില്ലാത്ത പ്രിന്റിംഗ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒപ്പാസിറ്റി എന്നിവയ്ക്കെതിരായ ഒരു പ്രകടന പത്രികയുണ്ട്. ആത്യന്തികമായി അത് ഡോളറിന് എതിരെയായിരുന്നു. തകരുന്ന കറൻസികളുള്ള രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ക്രിപ്റ്റോ ഒരു ജീവരക്ഷാ മാർഗമാണ്. വിദ്യാഭ്യാസ വായ്പകൾ നിലനിർത്തി വൻകിട കോർപ്പറേറ്റുകളുടെ കടം അമേരിക്കൻ ഫെഡറൽ റിസർവ് എഴുതി തള്ളുന്നത് കണ്ട് മടുത്ത യുവാക്കളുടെ പ്രതികരണം. ക്രിപ്റ്റോ കറൻസി നിവർന്നു നിന്ന് വെല്ലുവിളിച്ചാൽ ഒരു സുപ്രഭാതത്തിൽ US ട്രഷറി തകരില്ല. പക്ഷേ ഇടപാടുകളിലെ വിശ്വാസ്യത അമേരിക്കൻ ഡോളറിന് മാത്രമല്ല തങ്ങൾക്കും നൽകാൻ കഴിയുമെന്ന് ക്രിപ്റ്റോ തെളിയിച്ചു കഴിഞ്ഞു.
ഡിജിറ്റൽ കറൻസികൾ ഡോളറിനെ വകവയ്ക്കാതെ വളരുമ്പോൾ അമേരിക്കയിലെ സമാന്തര സമ്പദ് വ്യവസ്ഥയും റെഗുലേഷൻ ഇല്ലാതെ കുതിക്കുകയാണ്. പൗരന്മാരുടെ കയ്യിൽ ഇനി എത്ര പണം നീക്കിയിരിപ്പുണ്ടെന്ന് അമേരിക്കൻ സർക്കാരിന് ഒരു പിടിയുമില്ലാത്ത അവസ്ഥ. എല്ലാം അക്കൗണ്ടബിൾ ആയിരുന്ന ഒരു രാജ്യത്ത് ഇതാദ്യമായി രഹസ്യ സമ്പാദ്യങ്ങൾ കുന്നുകൂടുന്നു. അത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ അകത്തുനിന്ന് കാർന്നു തിന്നുന്നു. കടം കുന്നുകൂടുന്നു. നികുതി പിരിവ് ഏറെക്കുറെ അസാധ്യമാണ്. കടം കൂടുമ്പോൾ ഒരു മൂന്നാം ലോക രാജ്യത്തിന് സംഭവിക്കുന്നത് തന്നെയാണ് അമേരിക്കയിലും സംഭവിക്കുക. അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പതിയെ ചുരുങ്ങാനും നശിക്കാനും തുടങ്ങും. അമേരിക്കയുടെ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് അമേരിക്കൻ സൊസൈറ്റി ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് ആണ്. ഒരു ഞെട്ടിക്കുന്ന കാര്യം പറയാം. അമേരിക്കയിലെ 70% റോഡുകൾക്കും പാലങ്ങൾക്കും അമേരിക്കൻ സൊസൈറ്റി ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് നൽകിയിരിക്കുന്ന റേറ്റിംഗ് സി ഗ്രേഡ് ആണ്. അതായത് അമേരിക്കയിലെ 5 മൈൽ ഹൈവേ പേവ്മെന്റിൽ 1 മൈൽ മോശം അവസ്ഥയിലാണ്. ചൈനയിൽ 120 മൈൽ റോഡിൽ 1 മൈൽ മാത്രമാണ് സി ഗ്രേഡ് ഉള്ളത് എന്ന് ഓർക്കണം. അമേരിക്കയിലെ 45,000-ലധികം പാലങ്ങൾക്ക് ഘടനാപരമായ തകരാറുണ്ട്. സിംഗപ്പൂരിലെയും ദുബായിലെയും വിമാനത്താവളങ്ങൾ അമേരിക്കയിലുള്ള ക്ഷയിച്ച ടെർമിനലുകളുമായി താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല. ഈ അസൗകര്യങ്ങളെക്കുറിച്ച് ആ രാജ്യത്ത് ആരും പരാതിപ്പെടുന്നില്ല എന്നതാണ് ആശ്ചര്യകരം. ഇത് ഉൽപാദനക്ഷമതയും മത്സരശേഷിയുമില്ലാതെ ലോകം മാറുന്നതിനനുസരിച്ച് മാറാതെ നീട്ടിവച്ച അറ്റകുറ്റപ്പണികളുടെ അവശേഷിപ്പുകളാണ്. അതിന്റെ നല്ല കാലത്ത് പണിത റോഡുകളും പാലങ്ങളും മാത്രമേ അമേരിക്കയ്ക്ക് അഭിമാനിക്കാനായി അവശേഷിക്കുന്നുള്ളൂ. അതിർത്തിക്ക് പുറത്തേക്ക് അളവില്ലാതെ നിക്ഷേപിക്കുകയും സ്വന്തം അടിത്തറ ക്ഷയിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിന്റെ ബാക്കിപത്രം. ഇതെല്ലാം പരിഹരിക്കാനാണ് ഇതിനേക്കാൾ വിഡ്ഢിത്തം നിറഞ്ഞ വേഗത്തിൽ ട്രംപ് ശ്രമിക്കുന്നത്. ഇനി ഈ കടത്തിൽ ജീവിച്ച് മരിക്കുന്ന മനുഷ്യരെക്കുറിച്ച് പറയാം. 1870കളുടെ അവസാനമാണ് അമേരിക്കയുടെ ഗിൽഡഡ് ഏജ് ആരംഭിക്കുന്നത്. അത് റോക്ക്ഫില്ലർമാരുടെയും കാർണഗിമാരുടെയും യുഗമായിരുന്നു. ഏതാനും ശതകോടീശ്വരന്മാരുടെ തോളിലേറി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ചലിക്കാൻ തുടങ്ങിയ ദുർവിധി അന്ന് തുടങ്ങിയതാണ്. അസമത്വം അതിന്റെ കൊടുമുടി കാണുന്നത് അമേരിക്കയിലാണ്. അമേരിക്കയുടെ 60% സമ്പത്ത് ആ രാജ്യത്തെ വെറും 1% മാത്രമുള്ള അതിസമ്പന്നരുടെ കയ്യിലാണ്. ബാക്കിയുള്ള 40% കൊണ്ട് വേണം ആ രാജ്യത്തെ 34 കോടിയോളം മനുഷ്യർ ജീവിക്കാൻ. അവരുടെ അവസ്ഥ ദിനംപ്രതി ദയനീയമാകുന്നു. വളർച്ച മുരടിച്ചുപോയ അവരുടെ വേതന വ്യവസ്ഥ തന്നെ നോക്കുക. 1979 മണിക്കൂറിന് $1 ശമ്പളം വാങ്ങുന്ന ഒരു തൊഴിലാളി മുതലാളിക്ക് നേടിക്കൊടുത്ത ലാഭം മണിക്കൂറിൽ $3.5 ആയിരുന്നു. ഉൽപാദനക്ഷമത വേഗത്തിൽ വളർന്നു. ഉൽപാദനക്ഷമതയിൽ ജപ്പാനിലെ തൊഴിലാളികൾ മാത്രമേ ഇക്കാര്യത്തിൽ അമേരിക്കൻ തൊഴിലാളിക്ക് മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അമേരിക്കക്കാരുടെ ശമ്പളം അതിനനുസരിച്ച് വളർന്നു? ഇല്ല. അമേരിക്കക്കാർ കൂടുതൽ ബുദ്ധിയോടെ ജോലി ചെയ്യുന്നു, കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷേ വിളവെടുപ്പിൽ പങ്കുചേരുന്നില്ല. അവരുടെ വേതനത്തിൽ നിന്നും പിടിക്കുന്ന ആരോഗ്യ സംരക്ഷണ ഇൻഷുറൻസ്, വിദ്യാഭ്യാസം, മോർട്ട്ഗേജ് എന്നിവയുടെ ചെലവ് കുതിച്ചുയർന്നു. തൊഴിൽ നഷ്ടപ്പെടലും പതിവായി. 1979 ഏറ്റവും ഉയർന്ന നിലവാരത്തിന് ശേഷം യുഎസിന് 50 ലക്ഷത്തിലധികം നിർമ്മാണ ജോലികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 2001 ചൈന ലോക വ്യാപാര സംഘടനയിൽ ചേർന്നതിന് ശേഷം ഈ പ്രവണത വേഗത്തിലായി. ജോലികളെല്ലാം ഏഷ്യയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യപ്പെട്ടു. തങ്ങളുടെ പറമ്പിലെ പുല്ല് പറിക്കാൻ പോലും സ്കില്ലില്ലാത്തവരായി 40% അമേരിക്കക്കാർ മാറി. കാര്യക്ഷമത എന്ന് പറഞ്ഞാൽ തങ്ങൾ ചെയ്യേണ്ട ജോലികളെല്ലാം ചെറിയ കൂലിക്ക് ചെയ്യാൻ മൂന്നാം ലോക രാജ്യങ്ങളെ ഏൽപ്പിച്ച് വെറുതെ പണം എണ്ണി അവധിക്കാലങ്ങൾ ആഘോഷിക്കുക എന്നതാണ്. 2000 ആണ്ടിന്റെ തുടക്കം മുതൽ ഒരു ശരാശരി അമേരിക്കക്കാരന്റെ ചിന്ത ഇതായിരുന്നു. ഇതാണ് കാര്യക്ഷമത എന്ന പേരിൽ ഒളിപ്പിച്ചു വെച്ച ആശ്രിതത്വം. എല്ലാം ഏഷ്യയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് ആവറേജ് അമേരിക്കൻ പോപ്പുലേഷൻ അലസതയിലും കൺസ്യൂമറിസത്തിലും മാത്രം ആണ്ടുപൂണ്ട് കിടന്നപ്പോൾ ലോകം പുതിയൊരു ജോമെട്രി വരച്ചെടുക്കുന്നത് അവരറിഞ്ഞില്ല. ചൈന അമേരിക്കയുടെ ഒരു ഫാക്ടറി മാത്രമല്ലാതായി. അവരിനി ലോകത്ത് ഉണ്ടാക്കാൻ ഒന്നും ബാക്കിയില്ലെന്നായി. അമേരിക്ക ഉറക്കത്തിലായ 20 വർഷങ്ങൾ കൊണ്ട് ചൈനയുടെ GDP $33 ട്രില്യൺ വർദ്ധിച്ചു. യുഎസിന്റെ 28 ട്രില്യണിനെ അത് മറികടന്നു. ഇന്നിപ്പോൾ ആഗോള മാനുഫാക്ചറിംഗിന്റെ 30% ചൈനയുടേതാണ്. അമേരിക്കയുടേത് 16% മാത്രം. തങ്ങളുടെ ആവശ്യത്തിനുള്ളതുപോലും ചൈനയോട് ഇരക്കേണ്ട അവസ്ഥ. ലോകത്തിലെ 140-ലധികം രാജ്യങ്ങൾക്ക് ഇന്ന് ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണർ ചൈനയാണ്. കപ്പലുകളുടെ എണ്ണത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ നേവിയുടെയും ഹൈപ്പർസോണിക് മിസൈൽ ടെക്നോളജിയുടെയും ഉടമസ്ഥർ ചൈനയാണ്. 5Gയിലും AI-യിലും ക്വാണ്ടം കമ്പ്യൂട്ടിംഗിലും ഏറ്റവും അധികം പേറ്റന്റുകൾ ചൈനയുടേതാണ്. ലക്ഷക്കണക്കിനെണ്ണം. അമേരിക്കയ്ക്ക് അതിന്റെ 10-1 പോലുമില്ല. ചൈന ഇതുപോലെ ഒരു 20 വർഷം കൂടി വളർന്നാൽ അമേരിക്കൻ മാനുഫാക്ചറിംഗ് സെക്ടർ വെറും 4%-ലേക്ക് താഴും. ഇത് ട്രംപിനറിയാം, ലോകത്തിനറിയാം. പക്ഷേ മരിക്കുന്ന സാമ്രാജ്യങ്ങൾക്ക് വേണ്ടി ലോകം റിസ്ക് എടുക്കില്ല. അവർക്ക് ചൈനയെ മതി. ചൈന സ്വാധീനത്തിന്റെ കോറിഡോറുകൾ നിർമ്മിക്കുന്നു. റഷ്യ നിലവിലുള്ള സൗഹൃദ പാതകൾക്ക് വീതി കൂട്ടുന്നു. ഇന്ത്യ അതിന്റെ മൂലധന ശക്തി കരീബിയൻ കടലിനപ്പുറത്തേക്ക് വ്യാപിപ്പിക്കുന്നു. ലോകം ഇനിയൊരു ഒറ്റയാൾ പ്രകടനത്തിനുള്ള വേദിയല്ല. മത്സരിക്കുന്ന കലാകാരന്മാരുടെ പിരിമുറുക്കമുള്ള തിരക്കേറിയ ഓപ്പറ ഹാളാണ്. 1990കളിൽ ആഗോളവേദിയിലെ ക്രൗഡിന്റെ ഭാഗമാകാൻ ഒരു രാജ്യം ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ വാഷിംഗ്ടണിലോ ബ്രസൽസിലോ ക്യൂ നിൽക്കണമായിരുന്നു.
ഇന്ന് പങ്കെടുക്കാൻ ധാരാളം ഷാമ്പെയിൻ ഒഴുകുന്ന മറ്റു പാർട്ടികളുണ്ട്. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ അഥവാ SCO, ബ്രിക്സ് പ്ലസ് പോലുള്ള ഓർഗനൈസേഷനുകൾ അമേരിക്കക്കെതിരെയുള്ള സൈനിക കരാറുകളല്ല, മറിച്ച് ഒരു തുള്ളി ചോര പൊടിയാതെ അമേരിക്കൻ സാമ്രാജ്യത്വത്തെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമാണ് ഇവയ്ക്കെല്ലാം പിന്നിൽ. അവ കൂടുതൽ സൂക്ഷ്മമായതും കൂടുതൽ നിലനിൽക്കാൻ സാധ്യതയുള്ളതുമാണ്. ഒരു പാശ്ചാത്യ ക്ഷീണിതാവ് പോലുമില്ലാത്ത ജിയോ പൊളിറ്റിക്കൽ അലൈൻമെന്റിനായുള്ള പ്ലാറ്റ്ഫോമുകളാണ് ഇവയെല്ലാം. ബ്രിക്സ് പ്ലസിൽ ബ്രസീലും റഷ്യയും ഇന്ത്യയും ചൈനയും സൗത്ത് ആഫ്രിക്കയും സ്ഥിരാംഗങ്ങളായും ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നീ ക്ഷണിക്കപ്പെട്ട രാജ്യങ്ങളുമുണ്ട്. ലോക ജനസംഖ്യയുടെ 45%, സംയോജിത GDP 28 ട്രില്യണിലധികം. അമേരിക്കൻ അഭിമാനമായ G7 വലുത്. ലോകത്തിലെ തെളിയിക്കപ്പെട്ട എണ്ണശേഖരത്തിന്റെ 80%-ലധികം ബ്രിക്സ് രാജ്യങ്ങളുടെ കയ്യിലാണ്. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷനിൽ ചൈന, റഷ്യ, ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാൻ, മധ്യേഷ്യൻ രാജ്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. യൂറേഷ്യൻ കരപ്രദേശത്തിന്റെ 60% വരും ഇത്. ആഗോള ജനസംഖ്യയുടെ 40%. അമേരിക്കയ്ക്ക് ഭ്രാന്ത് പിടിക്കാൻ ഇതിൽ കൂടുതലൊന്നും വേണ്ട. ചിരവൈരികളായ സൗദി അറേബ്യയും ഇറാനും ബീജിംഗ് മധ്യസ്ഥത വഹിക്കുന്ന ഒരേ ക്ലബ്ബിൽ ചേരുമ്പോൾ അതൊരു സിഗ്നലാണ്. ഡിപ്ലോമാറ്റിക് സെന്റർ ഓഫ് ഗ്രാവിറ്റി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവ പ്രത്യയശാസ്ത്രപരമായി ഏകീകൃതമായ ബ്ലോക്കുകളല്ല. ഇന്ത്യക്കും ചൈനയ്ക്കും അതിർത്തി തർക്കങ്ങളുണ്ട്. എന്നാൽ വാഷിംഗ്ടണിന്റെ റൂൾ ബുക്കുകളെ അവഗണിച്ച് അവർ ഒരു കോമൺ ഇൻട്രസ്റ്റ് പങ്കുവയ്ക്കുന്നു. ലോകത്തിന് ഇനി അതിന്റെ സ്വന്തം ഗസ്റ്റ് ലിസ്റ്റുകളുണ്ട്. അതിന് വാഷിംഗ്ടണിന്റെ കുറിമാനം വേണ്ടെന്നായിരിക്കുന്നു. അമേരിക്ക എക്കാലവും സൈനിക ശക്തി കൂട്ടാനാണ് സഖ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ഇന്ത്യയും ചൈനയും റഷ്യയുമെല്ലാം വളരാനും പന്തലിക്കാനും വേണ്ടിയാണ് സഖ്യങ്ങൾ സൃഷ്ടിക്കുന്നത്. പതിറ്റാണ്ടുകളായി അമേരിക്കയുടെ ആത്യന്തിക ആയുധം ഒരു കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിലായിരുന്നില്ല, അത് ന്യൂയോർക്ക് സിറ്റിയിലായിരുന്നു. US ഡോളറും സ്വിഫ്റ്റ് ഫിനാൻഷ്യൽ മെസ്സേജിംഗ് സിസ്റ്റവും ആഗോള ക്യാപിറ്റലിസത്തിന്റെ ധമനികളായി. അവിടെയിരുന്നാണ് അവർ ഉപരോധങ്ങൾ നിയന്ത്രിച്ചത്. ഇറാനെതിരെ, ഇറാഖിനെതിരെ, അഫ്ഗാനിസ്ഥാനെതിരെ, ഉത്തര കൊറിയയ്ക്കെതിരെ എല്ലാം. ആത്യന്തികമായി ഈ ഉപരോധങ്ങൾക്കെല്ലാം ഇരയായത് അമേരിക്ക തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം. റഷ്യയെയോ ഇറാനെയോ പോലുള്ള ഒരു രാജ്യത്തിന് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴെല്ലാം അവർ ചൈനയ്ക്കും ഇന്ത്യക്കുമെല്ലാം ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നൽകി. ഒരു സ്വിഫ്റ്റ് ഓൾട്ടർനേറ്റീവിന്റെ അടിയന്തര ആവശ്യം ലോകം മനസ്സിലാക്കി. ഡോളറിനെ ആശ്രയിക്കുന്നത് ഒരു തന്ത്രപരമായ കേടുപാടാണ് എന്ന് അമേരിക്ക തന്നെ ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തു. 2001 1000-ഓളം കമ്പനികൾക്കും രാജ്യങ്ങൾക്കുമാണ് അമേരിക്കൻ ഉപരോധമുണ്ടായിരുന്നത്. 2023 US സാങ്ഷൻ ലിസ്റ്റ് 12,000-ഓളമായി. എന്നാൽ സംഭവിച്ചത് എന്താണെന്ന് കാണൂ. 2022 ഉപരോധത്തിന് ശേഷം റഷ്യയുടെ ചൈനയുമായുള്ള വ്യാപാരം $240 ബില്യൺ എന്ന റെക്കോർഡിലെത്തി. ആഗോള സെൻട്രൽ ബാങ്ക് റിസർവുകളിൽ US ഡോളറിന്റെ പങ്ക് 2000-ലെ 70%-ൽ നിന്ന് 2023 58%-ആയി കുറഞ്ഞു. ഇത് IMFന്റെ കണക്കാണ്. സ്വിഫ്റ്റിനും ഡോളറിനും പകരക്കാരെത്തി. ചൈനയുടെ ക്രോസ് ബോർഡർ ഇന്റർബാങ്ക് പേയ്മെന്റ് സിസ്റ്റത്തിൽ ഇന്ന് 100-ഓളം രാജ്യങ്ങൾ പങ്കാളികളാണ്. ബ്രിക്സ് ഒരു പൊതു പേയ്മെന്റ് സിസ്റ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും മികച്ചതും സുരക്ഷിതവുമായ മൈക്രോ പേയ്മെന്റ് സിസ്റ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന UPI വികസിപ്പിച്ചു. അത് രാജ്യങ്ങളുടെ അതിർത്തി കടന്നു പറക്കുന്നു. 2026 അവസാനത്തോടെ 50-ലേറെ രാജ്യങ്ങൾ UPI പേയ്മെന്റ് സ്വീകരിക്കും. സപ്ലൈ ചെയിൻ തങ്ങളുടെ കയ്യിലല്ലെന്നും അത് എന്നേ തങ്ങളെ ഉപേക്ഷിച്ചു പോയെന്നും അമേരിക്കക്കാർക്ക് ശരിക്കും മനസ്സിലായത് കോവിഡ് പാൻഡമിക്കിലാണ്. എല്ലാം കയ്യകലത്തിൽ ലഭിച്ചിരുന്ന ആ മായാലോകം കോവിഡോടെ നിന്നു. അമേരിക്കയിലെ ലേസി ജനറേഷന് ജസ്റ്റ് ഇൻ ടൈം മോഡൽ ഒരിക്കലും എത്തിച്ചേരാത്ത ഒരു യാഥാർത്ഥ്യമായി മാറി. ലോകം കണ്ടെയ്നർ ബാക്ക്ലോഗ്, ചിപ്പ് ഷോർട്ടേജ് തുടങ്ങിയ വാക്കുകൾ പഠിച്ചു. അമേരിക്കക്കാർക്ക് ഒരു കാർ പോലും വാങ്ങാൻ കഴിഞ്ഞില്ല. ഡിസൈനുകളോ ഡിമാൻഡോ ഇല്ലാത്തതുകൊണ്ടായിരുന്നില്ല, മറിച്ച് തായ്വാനിൽ നിർമ്മിച്ച $1 വിലയുള്ള മൈക്രോ കൺട്രോളർ കപ്പലിൽ കുടുങ്ങിക്കിടന്നതായിരുന്നു കാരണം. ആവശ്യ മെഡിക്കൽ ഉപകരണങ്ങൾ ലഭിച്ചില്ല. കാരണം മാസ്കുകളും വെന്റിലേറ്ററുകളും സമുദ്രങ്ങൾക്കപ്പുറത്ത് വൈറസുമായി പോരാടുന്ന പ്രദേശങ്ങളിലായിരുന്നു നിർമ്മിച്ചിരുന്നത്. തങ്ങൾ ഉൽപാദനം മാത്രമല്ല, റെസിലിയൻസ് എന്ന തങ്ങളുടെ അതിജീവന ശേഷിയും ഔട്ട്സോഴ്സ് ചെയ്തു കഴിഞ്ഞെന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി. ഇതൊരു അസൗകര്യത്തെക്കാൾ വലുതായിരുന്നു, ഒരു ജിയോ പൊളിറ്റിക്കൽ വെളിപ്പെടുത്തലായിരുന്നു. അമേരിക്കയുടെ ദൈനംദിന ജീവിതവും അതിന്റെ ആരോഗ്യ സംരക്ഷണവും അതിന്റെ പ്രതിരോധ വ്യാവസായിക അടിത്തറയും ആ ജനാധിപത്യത്തിന്റെ ആയുധപ്പുര പോലും ഏഷ്യയുടെ സപ്ലൈ ചെയിനുകളെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ഇത് തുറന്നുകാട്ടി. ലോകത്തിന്റെ പോലീസുകാരന്റെ ലാത്തി പോലും ഇന്ത്യയിലെ ഹരിയാനയിലാണ് അസംബിൾ ചെയ്തിരുന്നത് എന്നറിഞ്ഞ് അവർ ഞെട്ടി. എന്തായാലും ഏഷ്യയിലെ സപ്ലൈ ചെയിനുകൾ ചുറ്റി നമ്മൾ അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചെത്തി. എന്നാൽ ഇനി ഇവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ അവശേഷിക്കുന്ന അതിജീവനശേഷി എന്താണെന്ന് കൂടി നോക്കാം. കരിയർ എന്നത് സ്ഥിരമായ കഠിനാധ്വാനമാണെന്ന് തിരിച്ചറിയാതിരുന്നതോടെ ജോലി നഷ്ടപ്പെട്ട അമേരിക്കക്കാർ ഗിഗ് എക്കണോമിക്ക് പുറകെ പോയി. കമ്പനിമാൻ എന്ന സങ്കല്പമില്ലാതായി. ആജീവനാന്ത ജോലിയും റോളക്സ് വാച്ചും 7 ജോഡി സ്യൂട്ടുകളും ആനുകൂല്യങ്ങളും ആരോഗ്യ സുരക്ഷയും പെൻഷനും എല്ലാം ഇല്ലാതായി. അതിന്റെ സ്ഥാനത്ത് ഒരു പ്രക്കാരിയേറ്റ് വന്നു ചേർന്നു. അരക്ഷിതമായ അനിശ്ചിതത്വത്തിൽ ജീവിക്കുന്ന ഒരു വർഗം. US വർക്ക് ഫോഴ്സിന്റെ 1/3 ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രീലാൻസ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് വർക്കിൽ ഏർപ്പെടുന്നു. ഇത് സ്വാതന്ത്ര്യത്തിനായുള്ള തെരഞ്ഞെടുപ്പല്ല, അതിജീവനത്തിനായുള്ള ആവശ്യകതയാണ്. ആരോഗ്യ ഇൻഷുറൻസ് ഇല്ല,
ശമ്പളത്തോടു കൂടിയ അവധിയില്ല, പ്രവചിക്കാൻ കഴിയുന്ന ശമ്പളം പോലുമില്ല. അടുത്തയാഴ്ച ആവശ്യത്തിന് കരാറുകൾ ലഭിക്കുമോ എന്ന ഉത്കണ്ഠ മാത്രം. ഇനി വീടുകൾക്കുള്ളിലേക്ക് പോകാം. 2008 അമേരിക്കൻ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ആണിക്കല്ല് അവിടെ സംഭവിച്ച മോർട്ട്ഗേജ് ദുരന്തമായിരുന്നു. വീടുകൾക്ക് വിലയിടിഞ്ഞു, ലോണുകൾ ആരും തിരിച്ചടയ്ക്കാതായി. പല ലെയറുകളായി കെട്ടിപ്പൊക്കിയ മോർട്ട്ഗേജ് സാമ്രാജ്യം ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീണു. അതിനുശേഷം ഇന്നത്തെ അവസ്ഥ എന്താണ്? 1980 ഒരു ശരാശരി അമേരിക്കൻ വീടിന്റെ വില വാർഷിക കുടുംബ വരുമാനത്തിന്റെ ഏകദേശം 4 ഇരട്ടിയായിരുന്നു. $2 ലക്ഷം മുതൽ $3 ലക്ഷം വരെ. ഇന്ന് അഭിവൃദ്ധി പ്രാപിക്കുന്ന മെട്രോ ഏരിയയിൽ ഇത് പലപ്പോഴും കുടുംബ വരുമാനത്തിന്റെ 7, 8 അല്ലെങ്കിൽ 9 ഇരട്ടിയായി. ഇതൊരു മാർക്കറ്റ് ട്രെൻഡ് അല്ല, കൃത്രിമ ക്ഷാമമാണ്. 2008 ഭവന വിപണി പൊളിഞ്ഞ ശേഷം നിർമ്മാണ പ്രവൃത്തികൾ ഏതാണ്ട് പൂർണ്ണമായും അവസാനിച്ചു. ഫിനാൻഷ്യലൈസേഷൻ വീടുകളെ വാൾസ്ട്രീറ്റിനുള്ള അസറ്റുകളാക്കി മാറ്റിയിരുന്നു. ഇതിന്റെ പരിണതഫലം ക്രൈസിസ് ആണ്. നിങ്ങൾക്ക് വേരുകൾ ഉറപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങൾ ഒരു ട്രാൻസിയന്റ് അല്ലെങ്കിൽ വാടകക്കാരനാണെന്ന് സ്വയം തോന്നുന്നു. ഒരു കമ്മ്യൂണിറ്റിയുമായുള്ള നിങ്ങളുടെ ബന്ധം ഉടമസ്ഥതയുടേതല്ല, വാടകയുടേതാകുന്നു. അടുത്ത തലമുറയ്ക്ക് സമ്പത്തും സ്ഥിരതയും കൈമാറാനുള്ള സ്വപ്നം മങ്ങുന്നു. ശരി, ഉള്ള വീടുകൾ തന്നെ പുതിയ തലമുറയ്ക്ക് സ്വന്തമാക്കാമല്ലോ എന്നാണെങ്കിലോ? അവിടെയാണ് അമേരിക്കൻ ഡ്രീമിന്റെ ക്രൂരമായ മറ്റ് യാഥാർത്ഥ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. മികച്ച ട്രാക്ക് റെക്കോർഡുമായി സർവകലാശാലയിലേക്ക് പ്രവേശിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ പുരോഗമന സമൂഹം സാധാരണയായി വെച്ചുകൊടുക്കുന്നത് എന്താണ്? വലിയ സ്വപ്നങ്ങൾ, അക്കാഡമിക് ഉത്തരവാദിത്തങ്ങൾ എന്നിങ്ങനെയൊക്കെയാകും ഉത്തരം. എന്നാൽ ആധുനിക അമേരിക്ക ഈ വിദ്യാർത്ഥികളുടെ തലയിൽ കെട്ടിവെക്കുന്നത് വലിയ കടബാധ്യതയാണ്. വിദ്യാഭ്യാസ വായ്പ എന്ന 8 വല. $1.7 ട്രില്യൺ വിദ്യാഭ്യാസ വായ്പയാണ് അമേരിക്ക അവരുടെ സർവകലാശാല വിദ്യാർത്ഥികളുടെ മുതുകിൽ വെച്ച് കെട്ടിയിരിക്കുന്നത്. ഇതൊരു വെറും കടമല്ല, ആന്റി ഡൗറിയാണ്. ഒരു ചെറുപ്പക്കാരന് ജീവിതം തുടങ്ങാൻ നൽകുന്ന ഓഹരിക്ക് പകരം ചുമക്കാൻ വലിയ സാമ്പത്തിക ഭാരം നൽകുന്നു. പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥി അവന്റെ കരിയറിലെ ആദ്യത്തെ 10 വർഷങ്ങൾ ഈ കടം വീട്ടാനുള്ള പട്ടിപ്പണിക്കാണ് ഉപയോഗിക്കുക. അവന് വ്യവസ്ഥയിൽ വിശ്വാസം നഷ്ടപ്പെടുന്നു, സ്വപ്നങ്ങൾ മരിക്കുന്നു. അവരെങ്ങനെ വീട് വാങ്ങാൻ? ഒരു മോർട്ട്ഗേജിൽ നിന്ന് വ്യത്യസ്തമായി അമേരിക്കൻ വിദ്യാഭ്യാസ വായ്പകളുടെ നിബന്ധനകൾ വളരെ കർശനമാണ്. 3 അടവ് മുടങ്ങിയാൽ അത് നിങ്ങളെ പാപ്പരായി പ്രഖ്യാപിക്കും. പിന്നെ വീട് പോയിട്ട് ഒരു സൈക്കിൾ വാങ്ങാൻ പോലും ലോൺ കിട്ടില്ല. അറിവിനായുള്ള ആഗ്രഹം അമേരിക്കൻ യുവത്വത്തിന് അജീവനാന്ത ബാധ്യതയായി മാറുന്നു. സുവർണകാലമായ 80കളിലും 90കളിലും ലോകത്തിലെ ഏറ്റവും വിദ്യാസമ്പന്നരായ ജനസംഖ്യ അമേരിക്കയുടേതായിരുന്നു. ഇനി അതങ്ങനെയല്ല. 15 വയസ്സുവരെയുള്ള വിദ്യാർത്ഥികളുടെ IQ ആഗോളതലത്തിൽ താരതമ്യം ചെയ്യുന്ന ഏറ്റവും പുതിയ പ്രോഗ്രാം ഫോർ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് അസസ്മെന്റ് അഥവാ പിസ ടെസ്റ്റുകളിൽ അമേരിക്കൻ കൗമാരക്കാർ 38ാം സ്ഥാനത്താണ്, ഇന്ത്യ 74ാം സ്ഥാനത്തും. ശാസ്ത്രബോധത്തിൽ അമേരിക്കൻ ടീനേജ് 24ാം സ്ഥാനത്തും വായനാശീലത്തിൽ 25ാം സ്ഥാനത്തുമാണ്. ഒരു ഗ്ലോബ് കാണിച്ച് അതിൽ ജപ്പാൻ എവിടെയാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ 35% അമേരിക്കൻ കൗമാരക്കാർ പരാജയപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. എന്താണ് കാരണം? പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരമില്ലായ്മ തന്നെ. പ്രാദേശിക പ്രോപ്പർട്ടി ടാക്സസ് കുറവാണെങ്കിൽ ഒരു ചെറിയ അമേരിക്കൻ പട്ടണത്തിൽ സ്കൂളേ ഉണ്ടാകില്ല. ലോകത്തിൽ ഏറ്റവുമധികം സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന ശരാശരി കണക്കിൽ മുമ്പൻ അമേരിക്കയാണ്. 4 സ്കൂളുകൾ തുറക്കുമ്പോൾ 2 എണ്ണം അടച്ചുപൂട്ടുന്നു. അടച്ചുപൂട്ടുന്ന 2 സ്കൂളുകൾക്ക് പകരം അവർ 4 ജയിലുകൾ പുതുതായി തുറക്കുന്നു. അമേരിക്ക ലോകവുമായി മത്സരിച്ച് തോൽക്കുകയല്ല, മറിച്ച് അവരല്ലാതായി മാറുകയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യം അതിന്റെ പൗരന്മാർ നിരാശ കൊണ്ട് ചെറുപ്പത്തിലേ മരിക്കുന്നത് കാണുന്നില്ല. മെറിറ്റോക്രസി അമേരിക്കയുടെ DNA ഉണ്ട് എന്നാണ് അവർ അവകാശപ്പെട്ടിരുന്നത്. കഠിനാധ്വാനത്തിന് മറ്റെവിടെയും ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം അമേരിക്കയിൽ ലഭിക്കും എന്ന ധാരണ. എന്നാൽ കണക്കുകൾ വ്യത്യസ്തമായാണ് സംസാരിക്കുന്നത്. രാജ് ഷെട്ടിയെ പോലുള്ള ഇക്കണോമിസ്റ്റുകൾ നടത്തിയ പഠനങ്ങൾ കാണിക്കുന്നത് ഒരു കുട്ടിക്ക് തന്റെ മാതാപിതാക്കളെക്കാൾ മികച്ച വരുമാനവും ജീവിത സാഹചര്യങ്ങളും ലഭിക്കാനുള്ള സാധ്യത അമേരിക്കയിൽ വളരെ കുറവാണെന്നാണ്. കാനഡ, നോർഡിക് രാജ്യങ്ങൾ, UK എന്നിവ അമേരിക്കയേക്കാൾ ഏറെ ഭേദമാണ്. അവിടെയെല്ലാം ഇപ്പോഴും പാവപ്പെട്ടവൻ അടുത്ത തലമുറയോടെ പണക്കാരനാവുന്ന രീതിക്ക് നല്ല സാധ്യതയുണ്ട്. അമേരിക്കക്കാർക്ക് അവരുടെ സാമ്പത്തിക പുരോഗതി വിലയിരുത്താൻ ഒരു മുതലാളിത്ത എക്കണോമിക് ടേമുണ്ട്, ദ ഗ്രേറ്റ് ഗാറ്റ്സ്ബി കർവ്. ഒരു അമേരിക്കൻ ദരിദ്രൻ കഠിനാധ്വാനവും ബുദ്ധിയും കൊണ്ട് ധനികനാകുന്നത് എങ്ങനെയെന്ന് വിവരിക്കുന്ന കർവാണിത്. 1990 മുതൽ 2010 വരെ ഈ കർവ് വളരെ റൊമാൻറ്റിക് ആയിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് സമ്പന്നരായ നിരവധി പേരുടെ കഥകൾ നമ്മൾ കേട്ടു. എന്നാൽ കഴിഞ്ഞ 15 വർഷമായി അമേരിക്കൻ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് ഈ സ്വപ്നം വളരെ അകലെയാണ്. മാതാപിതാക്കൾക്ക് പണമുണ്ടെങ്കിൽ മക്കൾക്ക് അത് ഇരട്ടിപ്പിക്കാൻ സാധിച്ചേക്കും. എന്നാൽ അച്ഛനമ്മമാർ ദരിദ്രരാണെങ്കിൽ മക്കൾക്ക് വലിയ ഭാവി സ്വപ്നം കാണാൻ പറ്റാത്ത വിധം ഗ്രേറ്റ് ഗാറ്റ്സ്ബി കർവിന്റെ ചവിട്ടുപടികൾ വളരെ ഉയരത്തിലാണിപ്പോൾ. കാരണം അവർക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കില്ല, തങ്ങളുടെ സ്റ്റാർട്ടപ്പിന് ബൂട്ട് സ്ട്രാപ്പ് ചെയ്യാൻ പണമില്ല, വിദ്യാഭ്യാസ വായ്പ നേരത്തെ അടച്ചു തീർക്കാൻ വഴിയില്ല. അവർക്ക് സ്വപ്നം മാത്രമേ ഉള്ളൂ, മാർഗങ്ങളില്ല. 74% അമേരിക്കൻ യുവാക്കളുടെ കാര്യമാണ് ഈ പറയുന്നത്. സ്വന്തം ശരീരം ഓൺലൈനിൽ പ്രദർശിപ്പിച്ചും വിഷയാവൃത്തി നടത്തിയും ട്യൂഷൻ ഫീസ് സംഘടിപ്പിക്കുന്ന വിദ്യാർത്ഥിനികൾ അമേരിക്കയിൽ സാധാരണ കാഴ്ചയായിരിക്കുന്നു.
ഇനി ആരോഗ്യ സുരക്ഷയുടെ കാര്യം. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. മറ്റേതൊരു വികസിത രാജ്യത്തേക്കാളും കൂടുതൽ തുക ആരോഗ്യ സംരക്ഷണത്തിനായി ചെലവഴിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരു രാജ്യത്ത് ഒരൊറ്റ ആംബുലൻസ് യാത്ര, ഒരു സങ്കീർണമായ പ്രസവം, ഒരു ഒടിഞ്ഞ അസ്ഥി എന്നിവയ്ക്ക് ഒരു ചുഴലിക്കാറ്റിന്റെ തീവ്രതയുണ്ട്. അത് അമേരിക്കക്കാരുടെ സാമ്പത്തിക ഭദ്രത എന്നേക്കുമായി തകർക്കുന്നു. മറ്റ് വികസിത രാജ്യങ്ങളിലെ സോഷ്യൽ കോൺട്രാക്ട് പറയുന്നത് അസുഖം നിങ്ങളെ നശിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ്. അമേരിക്കയിലെ സർക്കാരും പൗരന്മാരും തമ്മിലുള്ള കോൺട്രാക്ട് പക്ഷേ ഒരു ഡിസ്ക്ലെയിമറാണ്. അസുഖം വന്നാൽ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ മുന്നോട്ട് പോവുക. ഒരു ഡോക്ടറെ കാണാൻ 3 മാസം നീളുന്ന അപ്പോയിന്റ്മെന്റ് വേണ്ടിവരുന്നു. ആരോഗ്യ ഇൻഷുറൻസ് മാസശമ്പളത്തിന്റെ 30% വരെ അപഹരിക്കുന്നു. അമേരിക്കയിൽ ഒരു കിഡ്നി സ്റ്റോണിന്റെ ഓപ്പറേഷൻ നടത്താനുള്ള കാശുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരു ബേസിക് ഓഡി കാർ വാങ്ങാമെന്ന അവസ്ഥ. US അതിന്റെ GDP-യുടെ 18% ഹെൽത്ത് കെയറിനായി ചിലവഴിക്കുന്നുവെന്നാണ് വെപ്പ്. മറ്റ് സമ്പന്ന രാജ്യങ്ങളുടെ ശരാശരിയുടെ ഇരട്ടിയാണിത്. എന്തിനു വേണ്ടി? ഏറ്റവും കുറഞ്ഞ ആയുർദൈർഘ്യം, ഏറ്റവും ഉയർന്ന ആത്മഹത്യാ നിരക്ക്, ഏറ്റവും ഉയർന്ന ക്രോണിക് ഡിസീസ് ബേർഡൻ, കൂടാതെ സമപ്രായക്കാർക്കിടയിൽ ഏറ്റവും ഉയർന്ന മാതൃശിശു മരണനിരക്ക് എന്നിവ അമേരിക്കയിലുണ്ട്. 26 ദശലക്ഷം അമേരിക്കക്കാർ പൂർണ്ണമായും അൺഇൻഷ്യൂർഡ്. ദശലക്ഷക്കണക്കിന് ആളുകൾ അണ്ടർ ഇൻഷ്യൂർഡ്. അവർ പണം നൽകുന്ന കവറേജ് ഉപയോഗിക്കാൻ പോലും ഭയപ്പെടുന്നു. ഇതാണ് യഥാർത്ഥ കണക്കിൽ അമേരിക്കൻ ഡ്രീമിലെ ഏറ്റവും വലിയ കവർച്ച. മെഡിക്കൽ ഡെപ്റ്റാണ് വ്യക്തിഗത പാപ്പരത്വത്തിന് പ്രധാന കാരണം. ആളുകൾ ഇൻഷുറൻസിന് വേണ്ടി അവർ വെറുക്കുന്ന ജോലികളിൽ തുടരുന്നു. ഇതൊരു സിസ്റ്റമല്ല. ഇത് സാമ്പത്തിക സുരക്ഷ, എന്റർപ്രണോറിയൽ സ്പിരിറ്റ്, മനുഷ്യന്റെ അന്തസ്സ് എന്നിവ രാജ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഒരു ചുഴിയാണ്. ശാരീരികമായും സാമ്പത്തികമായും രോഗിയായ ഒരു രാജ്യത്തിന് ഊർജ്ജസ്വലത പ്രകടിപ്പിക്കാൻ കഴിയില്ല. പതിറ്റാണ്ടുകളായി അമേരിക്കൻ ആയുർദൈർഘ്യം മറ്റ് സമ്പന്ന രാജ്യങ്ങളോടൊപ്പം നിലവാരമുള്ളതായിരുന്നു. 78 മുതൽ 80 വയസ്സ് വരെ. പിന്നീട് 2010 ഒറ്റ നിൽപ്പ് നിന്നു. തുടർന്ന് അത് കുറഞ്ഞു. ജപ്പാൻ, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ മനുഷ്യരുടെ ജീവിതം 85 വയസ്സ് വരെ നീളുമ്പോൾ അമേരിക്ക 78 വയസ്സിലെത്തി. COVID-19 ഈ പ്രവണതയെ ക്രൂരമായി ത്വരിതപ്പെടുത്തി. ഇത് സാമ്പത്തിക വിദഗ്ധർ ഡെത്ത്സ് ഓഫ് ഡെസ്പെയർ അഥവാ നിരാശയുടെ മരണങ്ങൾ എന്ന് വിളിക്കുന്ന നിരവധി സാമൂഹിക കാരണങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയതാണ്. ആത്മഹത്യ, മയക്കുമരുന്നിന്റെ അധിക ഉപയോഗം, മദ്യപാനം മൂലമുള്ള കരൾ രോഗം എന്നിവ കാരണമുള്ള മരണങ്ങൾ കുത്തനെ ഉയർന്നു, പ്രത്യേകിച്ച് കോളേജ് ഡിഗ്രി ഇല്ലാത്ത മധ്യവയസ്കരായ വെള്ളക്കാർക്കിടയിൽ. അമേരിക്കയുടെ ശിരസിനേറ്റ അടിയാണ് ഓപ്പിയോയിഡ് എപ്പിഡമിക്. 1999 മുതൽ 10 ലക്ഷത്തിലധികം ജീവൻ അപഹരിച്ച ഒരു പബ്ലിക് ഹെൽത്ത് കറ്റാസ്ട്രോഫിയാണ് ഓപ്പിയോയിഡ് എപ്പിഡമിക്. നിരാശയാലും മയക്കുമരുന്നിന്റെ ഓവർഡോസ് മൂലവും പൗരന്മാർക്ക് ആയുസ് കുറയുന്ന ഒരു സാമ്രാജ്യം വളർച്ചയുള്ള ഒരു സാമ്രാജ്യമല്ല. മയക്കുമരുന്ന് ഓവർഡോസിന്റെ സാമ്പത്തിക ചെലവും ഞെട്ടിക്കുന്നതാണ്. ദശലക്ഷക്കണക്കിന് ജീവനുകൾക്കപ്പുറം ഹെൽത്ത് കെയർ, ക്രിമിനൽ ജസ്റ്റിസ് ചെലവുകൾ എന്നിവയിലൂടെ ഇത് US എക്കണോമിക്ക് പ്രതിവർഷം $1.5 ട്രില്യൺ ചെലവ് വരുത്തുന്നു. ഇത് തൊഴിൽ ശക്തിയെ തകർക്കുകയും ഫോസ്റ്റർ കെയർ സിസ്റ്റം കീഴടക്കുകയും തലമുറകളോളം നീണ്ടു നിൽക്കുന്ന ആഘാതം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. 1999 മുതൽ 2010 വരെയുള്ള സമയത്ത് ഒരു ആവറേജ് അമേരിക്കക്കാരൻ 43-ാം വയസ്സിൽ റിട്ടയർ ചെയ്തിരുന്നു. കാരണം അവന്റെ ബാങ്കിൽ ആവശ്യത്തിന് പണമുണ്ടാകും. അതിന്റെ പലിശ കൊണ്ട് ജീവിക്കാം, ലോകം ചുറ്റി സഞ്ചരിക്കാം, ഒരു വേനൽക്കാല വസതി പോലും വാങ്ങാം. എന്നാൽ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി ആവറേജ് അമേരിക്കക്കാരന്റെ റിട്ടയർമെന്റ് പ്രായം 55 കടന്ന് കുതിക്കുകയാണ്. എന്നിട്ട് വല്ല രക്ഷയുമുണ്ടോ? ഇന്ന് 55 മുതൽ 64 വയസ്സിനിടയിലുള്ള അമേരിക്കക്കാരുടെ ശരാശരി റിട്ടയർമെന്റ് സേവിങ്സ് കഷ്ടിച്ച് 6 അക്കങ്ങളിലാണ്. $3 ലക്ഷം മുതൽ $9 ലക്ഷം വരെ. റിട്ടയർമെന്റിന് ശേഷം ഇനിയൊരു 30 വർഷം കൂടി ജീവിക്കാൻ ഈ തുക മതിയാവുമോ? പെൻഷൻ ഇല്ലാതെ അവരെങ്ങനെ മുന്നോട്ട് പോകും? സോഷ്യൽ സെക്യൂരിറ്റി ചെക്കുകൾ ആശ്രയിക്കുക മാത്രമാണ് പോംവഴി. നമ്മുടെ 2000 രൂപ ക്ഷേമ പെൻഷൻ പോലെ അമേരിക്കയിലെ പരിപാടിയാണിത്. 1970-കൾ മുതൽ ദേശീയ സമ്പത്തിൽ അമേരിക്കൻ മിഡിൽ ക്ലാസിന്റെ പങ്ക് സ്ഥിരമായി ആശങ്കയുണ്ടാക്കും വിധം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉൽപാദനക്ഷമതയും കോർപ്പറേറ്റ് ലാഭവും കുതിച്ചുയർന്നപ്പോൾ ശരാശരി ഗാർഹിക വരുമാനം ഇഴഞ്ഞു നീങ്ങുകയാണ്. നേട്ടങ്ങൾ മിക്കവാറും മുഴുവനായും ജനസംഖ്യയിലെ 1% മാത്രം വരുന്ന സമ്പന്നരിലേക്ക് സൈഫൺ ചെയ്യപ്പെട്ടു. ഗ്രേറ്റ് അമേരിക്കൻ മിഡിൽ ക്ലാസിന്റെ ബാലസ്റ്റ്, അതിന്റെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയുടെ ഉറവിടം, അതിന്റെ വലിയ കൺസ്യൂമർ മാർക്കറ്റ്, അതിന്റെ സോഷ്യൽ കൊഹേഷൻ പൂർണ്ണമായും നശിച്ചു. ഇതൊരു റിസെഷൻ അല്ല, റീകാൽക്കുലേഷനാണ്. ലോകം അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളിലേക്കും അതിൻ്റെ ടെക് ഭീമന്മാരിലേക്കും മാത്രം നോക്കുമ്പോൾ ഹെജിമണിയാണ് കാണുക. എന്നാൽ ഹെജിമണിക്ക് ആയുധങ്ങളെക്കാളും പണത്തെക്കാളും അപ്പുറം ചിലത് ആവശ്യമാണ്. അതിന് അതിൻ്റെ സ്വന്തം ഭാവിയിൽ വിശ്വസിക്കുന്ന ഒരു ജനതയുടെ ശക്തി ആവശ്യമുണ്ട്. അതിപ്പോൾ ഇല്ല. അതുകൊണ്ടാണ് രഘുറാം രാജനടക്കം പറയുന്നത് അമേരിക്ക സ്വയം നാശത്തിൻ്റെ വക്കിലാണെന്ന്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, അമേരിക്ക പോലൊരു രാജ്യത്തിന് ഇതെല്ലാം കണ്ടെത്താനും തിരുത്താനും സാധിക്കുന്നില്ലേ എന്ന്. ഉണ്ട്, അവർ തിരുത്തുന്നുണ്ട്. അവർ ജനങ്ങൾക്ക് കൂടുതൽ തോക്കുകൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ദ ഗൺ വയലൻസ് എപ്പിഡമിക് ഭംഗിയായി നടത്തുന്നുണ്ട്.
യുഎസിൽ മനുഷ്യരെക്കാൾ കൂടുതൽ തോക്കുകളുണ്ട്. എല്ലാവർക്കും തോക്കുണ്ടെങ്കിൽ എല്ലാവരും സുരക്ഷിതരാണ് എന്നാണ് ഇതിനവർ പറയുന്ന ന്യായം. സംഭവിക്കുന്നത് എന്താണ്? മറ്റ് വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് അമേരിക്കയിൽ വെടിയേറ്റ് മരിക്കുന്നവരുടെ നിരക്ക് 26 ഇരട്ടി കൂടുതലാണ്. സ്കൂളുകളിലും സൂപ്പർമാർക്കറ്റുകളിലും സംഗീത കച്ചേരികളിലുമുള്ള മാസ് ഷൂട്ടിംഗ്സ് അസാധാരണ സംഭവങ്ങളല്ല. അമേരിക്കക്കാർ പിന്തുടരുന്ന ഒരു രോഗാതുരമായ ഗൺ കലണ്ടറാണവ. 2023 മാത്രം 650-ലധികം മാസ് ഷൂട്ടിംഗ്സ് അമേരിക്കയിലുണ്ടായി. ഇതൊരു പോളിസി ഫെയിലിയർ മാത്രമല്ല, സ്വന്തം രാജ്യത്തെ കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാത്ത, സ്വാതന്ത്ര്യത്തെ സെക്യൂരിറ്റിയുമായി പൊരുത്തപ്പെടുത്താൻ കഴിയാത്ത, നിരന്തരമായ കൂട്ടക്കൊലയെ ചെറുക്കാൻ കഴിയാത്ത, കഴിവില്ലാത്ത ഒരു സമൂഹത്തെ ഇത് സൂചിപ്പിക്കുന്നു. നിങ്ങൾക്കറിയാമോ, അമേരിക്കയിൽ സൂചിയേറിന് ഉപയോഗിക്കുന്ന ഡാർട്ട് ക്യാമ്പസുകളിൽ നിരോധിച്ചിട്ടുണ്ട്. അത് വന്നുകൊണ്ട് കുട്ടികളുടെ കണ്ണിന് മുറിവ് പറ്റുന്നുവെന്നാണ് ന്യായം. എന്നാൽ തോക്കിന് ഈ നിരോധനം ബാധകമല്ല. തൊട്ടടുത്ത മാളിൽ പോകാൻ പോലും ഒരു തോക്ക് ആവശ്യമുള്ള രാഷ്ട്രം സമാധാനത്തെക്കുറിച്ചും ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ചും സംസാരിക്കുന്നത് ഇനിയും ലോകം വിലവയ്ക്കാൻ പോകുന്നില്ല. അമേരിക്ക നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, ശക്തമായ രാഷ്ട്രീയത്തിനും രാഷ്ട്രീയ സമരങ്ങൾക്കും ഒരു രാജ്യത്തെ മാറ്റാൻ കഴിയുമെന്ന്. എബ്രഹാം ലിങ്കനെ പോലുള്ള യുഗപ്രഭാവന്മാർ അത് പ്രാവർത്തികമാക്കിയവരാണ്. ചിക്കാഗോയിൽ മാർച്ച് ചെയ്ത ലക്ഷക്കണക്കിന് തൊഴിലാളികൾ അതിൻ്റെ ഗുണഭോക്താക്കളാണ്. എന്നാൽ എല്ലാം പരിഹരിക്കേണ്ട അമേരിക്കൻ രാഷ്ട്രീയം ഇന്നെങ്ങനെയാണ്? വോട്ടിംഗ് റൈറ്റ്സ് ആക്ട് ദുർബലപ്പെടുത്തിയ 2013 സുപ്രീം കോടതി വിധിക്ക് ശേഷം ഡസൻ കണക്കിന് സംസ്ഥാനങ്ങൾ വോട്ട് ചെയ്യുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്ന നിയമങ്ങൾ പാസാക്കി. കർശനമായ ID വ്യവസ്ഥകൾ, വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്യൽ, ന്യൂനപക്ഷ പ്രദേശങ്ങളിലെ പോളിംഗ് സ്റ്റേഷനുകൾ അടച്ചുപൂട്ടൽ, മെയിൽ ഇൻ വോട്ടിംഗ് പരിമിതപ്പെടുത്തൽ എന്നിവയിലൂടെ അനുകൂലിക്കുന്നവർ ഇതിനെ ഇലക്ഷൻ സെക്യൂരിറ്റി എന്ന് വിളിക്കുന്നു, എതിർക്കുന്നവർ വോട്ടർ സപ്രഷൻ എന്നും. ഇതിന്റെ ഫലം ഡെമോക്രാറ്റിക് വോട്ടർമാരാകാൻ സാധ്യതയുള്ളവരുടെ അവകാശം നിഷേധിക്കലാണ്. ദരിദ്രർ, യുവാക്കൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവയെല്ലാം അമേരിക്കൻ വോട്ടിംഗ് പ്രക്രിയയിൽ നിന്ന് പുറത്താണിപ്പോൾ. SIRലൂടെ ഇന്ത്യയും ഇതേ പാതയിലാണോ? അത് മറ്റൊരു വീഡിയോയിൽ പരിശോധിക്കണം. അമേരിക്കയിൽ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും പോരാടുമ്പോൾ തങ്ങളുടെ പാർട്ടി തോൽക്കുന്ന തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിയാണെന്ന അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ ഒരു പാർട്ടി പ്രവർത്തിക്കുമ്പോൾ ഡെമോക്രസി ഒരു സീറോ സം ഗെയിമായി മാറുന്നു. അവിടെ വിജയിക്കാനുള്ള ഏക വഴി നിയമങ്ങൾ മാറ്റുകയോ അല്ലെങ്കിൽ ഫലം അംഗീകരിക്കാൻ വിസമ്മതിക്കുകയോ ചെയ്യുക എന്നതാണ്. ഇത് രാഷ്ട്രീയമല്ല, ഇത് സമാധാനപരമായ രാഷ്ട്രീയ മാറ്റത്തിനുള്ള സംവിധാനത്തെ സാവധാനമില്ലാതാക്കുന്നതാണ്. പ്യൂ റിസർച്ച് സെന്ററിന്റെ ആഗോള സർവേകൾ പ്രകാരം US പ്രസിഡന്റിലും അമേരിക്കൻ മാതൃകയിലുമുള്ള വിശ്വാസം ഇന്ന് വളരെ അൺസ്റ്റേബിളാണ്. 15 വർഷം മുമ്പ് 23 രാജ്യങ്ങളിലെ ശരാശരി 69% ആളുകൾ US ജനാധിപത്യത്തെ ഒരു നല്ല ഉദാഹരണമായി കണ്ടിരുന്നുവെങ്കിലും 2024 33% പേർക്ക് മാത്രമേ അത് ആകർഷകമായി തോന്നുന്നുള്ളൂ. ഉദാഹരണത്തിന് ജനുവരി 6 കലാപം. ഡൊണാൾഡ് ട്രംപ് അധികാരമൊഴിയുന്നതിൽ പ്രതിഷേധിച്ച് ജനവിധി അട്ടിമറിക്കാൻ ഒരു തെമ്മാടിക്കൂട്ടം ക്യാപിറ്റോൾ ഹില്ലിലേക്ക് ഇരച്ചു കയറിയപ്പോൾ ആഗോള ജനാധിപത്യ മാതൃകയുടെ പ്രതിച്ഛായയാണ് തകർന്നു വീണത്. ഗാലപ്പ് വേൾഡ് പോളിന്റെ കണക്കനുസരിച്ച് ഈ സംഭവത്തോടെ US നേതൃത്വത്തിലുള്ള ആഗോള വിശ്വാസം കുത്തനെ ഇടിഞ്ഞു. സ്വന്തം രാജ്യത്ത് സമാധാനപരമായ അധികാര കൈമാറ്റം ഉറപ്പാക്കാൻ US സാധിക്കുന്നില്ലെങ്കിൽ വിദേശത്ത് ഡെമോക്രസി പ്രോത്സാഹിപ്പിക്കാനുള്ള അതിൻ്റെ ധാർമ്മിക അധികാരത്തിൻ്റെ അടിസ്ഥാനം ചാരമാകും. എബ്രഹാം ലിങ്കണിന്റെ പ്രതിമ ഇപ്പോഴും താൻ വിഭാവനം ചെയ്ത ആ മഹത്തായ രാഷ്ട്രത്തെ കണ്ടുകൊണ്ട് ക്യാപിറ്റോൾ ഹില്ലിൽ തന്നെയുണ്ട്. പക്ഷെ അതിൻ്റെ പ്രകാശം കെടുന്നു. വിശ്വസിക്കുന്നവർക്ക് അതിപ്പോൾ വഴികാട്ടുന്നില്ല. ആഗോള പൊളിറ്റിക്കൽ റിവ്യൂകൾ പറയുന്നത് അമേരിക്കയിൽ പൊളിറ്റിക്കൽ പോളറൈസേഷൻ അതിൻ്റെ ഉച്ചസ്ഥായിയിലാണ് എന്നാണ്. ഡൊണാൾഡ് ട്രംപിനെ പോലെ തലയ്ക്ക് വെളിവ് കുറഞ്ഞൊരു പ്രസിഡന്റ് മാത്രമല്ല അതിന് കാരണം. ഇത് വെറും റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും തമ്മിലുള്ള വിയോജിപ്പിനേക്കാൾ കൂടുതലാണ്. ഒരു ബയോകെമിക്കൽ ഡൈവോഴ്സ് എന്ന് പറയാം. പ്യൂ റിസർച്ച് അനുസരിച്ച് ശരാശരി ഡെമോക്രാറ്റ് ഇപ്പോൾ 94% റിപ്പബ്ലിക്കന്മാരെക്കാളും കൂടുതൽ ലിബറലാണ്. ശരാശരി റിപ്പബ്ലിക്കൻ 92% ഡെമോക്രാറ്റുകളെക്കാളും കൂടുതൽ കൺസർവേറ്റീവാണ്. 30 വർഷം മുമ്പ് ഈ ഓവർലാപ്പ് വളരെ വലുതായിരുന്നു. ഇപ്പോൾ അവ നിലവിലില്ല. അതായത് 15 വർഷം മുമ്പ് അമേരിക്കയുടെ പൊതു താൽപ്പര്യത്തിനു വേണ്ടി ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് നിന്നു. ഇന്ന് രാഷ്ട്രീയ വിടവുകൾ വലുതായിരിക്കുന്നു. ആരും വിട്ടുകൊടുക്കുന്നില്ല. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ സംഭവിക്കുന്ന ദേശീയ ഷട്ട് ഡൗൺ. ലെജിസ്ലേറ്റീവ് ഗ്രിഡ് ലോക്ക് എന്ന നിയമനിർമ്മാണ സ്തംഭനം അമേരിക്കയിൽ ഇപ്പോൾ സ്ഥിരമായ അവസ്ഥയാണ്. ഒരിക്കൽ അപൂർവമായി ഉപയോഗിച്ചിരുന്ന ഫിലിബസ്റ്റർ ഇപ്പോൾ ഒരു പതിവ് വീറ്റോ ആയി മാറി. കോൺഗ്രസ് പാസാക്കുന്ന ബില്ലുകളുടെ എണ്ണം കുത്തനെ കുറഞ്ഞു. അമേരിക്കൻ സർക്കാർ ഷട്ട്ഡൌണിൽ നിന്ന് ഡെപ്റ്റ് സീലിംഗ് പ്രതിസന്ധിയിലേക്ക് സ്വന്തം കൈകൊണ്ട് വരുത്തിവെക്കുന്ന സാമ്പത്തിക ദുരന്തത്തിന്റെ വക്കിലാണിപ്പോൾ. എന്നിട്ടും ആരും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. അമേരിക്ക എന്ന പൊതു ആശയം ഇരു പാർട്ടികൾക്കും ഇല്ലാതായി കഴിഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങൾക്കോ ക്ലൈമറ്റ് ചേഞ്ചിനോ കടത്തിന് തന്നെയോ സ്ഥിരമായ ഒരു ദീർഘകാല തന്ത്രമില്ല. കാരണം ഭരണം എന്നത് നിരന്തരമായ ക്യാമ്പയിനിങ്ങിന് വഴിമാറി. 2025 ഒരു ദരിദ്ര ആഫ്രിക്കൻ രാഷ്ട്രം പോലും ഇത്രയും ദയനീയമായി ഭരിക്കപ്പെടുന്നില്ല.
ഡെമോക്രസി ഒറ്റ രാത്രി കൊണ്ട് ഒരു വലിയ ശബ്ദത്തോടെ മരിക്കില്ല. മാനദണ്ഡങ്ങൾ ഒന്നൊന്നായി ലംഘിക്കപ്പെട്ട് മരണക്കിടക്കയിൽ ഏറെക്കാലം കിടന്ന് നരകിച്ചാണ് അത് മരിക്കുക. ഇത്രയുമാണ് അമേരിക്കയുടെ അകത്ത് സംഭവിക്കുന്ന അപജയങ്ങൾ. ഇനി അമേരിക്ക എന്ന ആശയം അതിന്റെ അതിർത്തിക്ക് പുറത്ത് എത്രമാത്രം ശോഷിച്ചു എന്ന് കൂടി നോക്കണം. 9/11 ശേഷം അമേരിക്ക അതിന്റെ സ്വന്തം യുദ്ധങ്ങളുമായി തിരക്കിലായിരുന്നു. 2001 അഫ്ഗാനിസ്ഥാൻ, 2003 ഇറാഖ് എന്നിവ. ഈ ഷോക്ക് ആൻഡ് ഓവ് യുദ്ധങ്ങൾ ഒരു രാഷ്ട്രീയ ആൽക്കമിയാണ്. സമാനതകളില്ലാത്ത സൈനിക ശക്തി ഉപയോഗിച്ച് ഭരണകൂടങ്ങളെ ഇല്ലാതാക്കുക, തുടർന്നു വരുന്ന നിശബ്ദതയിൽ സമാധാനപരവും ജനാധിപത്യപരവും പാശ്ചാത്യ അനുകൂലവുമായ ഭരണകൂടങ്ങൾ അടിത്തട്ടിൽ നിന്ന് കെട്ടിപ്പടുക്കുകയും ചെയ്യുക. എന്നാൽ ഡാറ്റ ഒരു ദുരന്ത കഥ പറയുന്നു. അഫ്ഗാനിസ്ഥാനിലെ 20 വർഷം നീണ്ട യുദ്ധത്തിൽ 1,00,000 അമേരിക്കൻ പട്ടാളക്കാരെ വിന്യസിച്ചു. ചെലവായത് $2.3 ട്രില്യൺ. ഇറാഖിലെ യുദ്ധത്തിൽ 1,60,000 അമേരിക്കൻ സൈനികരാണ് പങ്കെടുത്തത്. ചെലവ് $2.1 ട്രില്യൺ. രണ്ട് യുദ്ധങ്ങളിലുമായി 7,000 US സൈനികരും 1,77,000 അഫ്ഗാൻ ഇറാഖി മിലിറ്റന്റുകളും 4,00,000-ലധികം സിവിലിയന്മാരും കൊല്ലപ്പെട്ടു. വിനാശകരമായ യുദ്ധങ്ങളുടെ ഫലമെന്താണ്? താലിബാൻ ഇപ്പോഴും അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നു. ഇറാഖ് ആഗോള ഫ്രജൈൽ സ്റ്റേറ്റ് ഇൻഡെക്സിൽ 19-ാം സ്ഥാനത്ത്, മ്യാൻമറിനേക്കാളും കൊളംബിയയേക്കാളും മുകളിൽ. അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടത് 4,00,000 കോടി രൂപയിലേറെ. അവരുടെ മക്കൾ അനുഭവിക്കേണ്ടിയിരുന്ന പണം, അവിടുത്തെ ജനങ്ങൾക്ക് തൊഴിൽ നൽകേണ്ടിയിരുന്ന പണം, നാസയുടെ 150 വർഷത്തെ റിസർച്ചിനും ലോഞ്ചുകൾക്കും ഫണ്ട് ചെയ്യാമായിരുന്ന പണം, ഭവനരഹിതനായ ഓരോ അമേരിക്കക്കാരനും ഒരു പുതിയ വീട് വെച്ച് നൽകാൻ കഴിയുമായിരുന്ന പണം. അവസാനത്തെ ഭീകരമായ ചിത്രം എന്താണ്? ഒരു പുതിയ രാഷ്ട്രം തലയുയർത്തി നിൽക്കുന്നതല്ല, മറിച്ച് നിരാശയിലാണ്ട മനുഷ്യർ വിമാനത്തിൽ തൂങ്ങിക്കിടക്കുമ്പോൾ കാബൂളിൽ നിന്നുള്ള അമേരിക്കയുടെ ഭ്രാന്തമായ പലായനമായിരുന്നു. ലോകത്തിന് ലഭിച്ച സന്ദേശം അമേരിക്കൻ ദൃഢനിശ്ചയത്തെക്കുറിച്ചായിരുന്നില്ല, മറിച്ച് അതിൻ്റെ പരിമിതികളെക്കുറിച്ചായിരുന്നു. അവരുടെ സൈന്യം ലോകത്തിൻ്റെ ക്യാൻസറാണെന്ന് വീണ്ടും വീണ്ടും ബോധ്യപ്പെട്ടു. അമേരിക്കയുടെ സ്വകാര്യ അഹങ്കാരമാണ് എക്കാലവും നാറ്റോ സഖ്യം. അതിൽ കഴിഞ്ഞ 20 വർഷത്തിലുണ്ടായ അനോമലികൾ അമ്പരപ്പിക്കുന്നതാണ്. അമേരിക്കയ്ക്ക് നാറ്റോയിൽ പുല്ലുവിലയാണ് കിട്ടുന്നതെന്ന് മാമൂൽ ഭാഷയിൽ പറയാം. 32 നാറ്റോ അംഗരാജ്യങ്ങളിൽ 11 പേർ മാത്രമേ 2024 സ്വന്തം GDP-യുടെ 2% ഡിഫൻസ് സ്പെൻഡിംഗ് ടാർഗറ്റ് കൈവരിച്ചുള്ളൂ. അതേസമയം US-ന് ഏകദേശം 3.5% അധികമായി ചെലവഴിക്കേണ്ടി വരുന്നു. ധിക്കാരത്തോടെ പെരുമാറിയ തുർക്കിയെ നാറ്റോയിൽ സഹിക്കാവുന്നതിൻ്റെ പരമാവധി അമേരിക്കയ്ക്ക് സഹിക്കേണ്ടി വന്നു. സ്വീഡന്റെ നാറ്റോ അക്സഷൻ മാസങ്ങളോളം തുർക്കി തടഞ്ഞു. അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നാറ്റോയുടെ വിലക്ക് ലംഘിച്ച് തുർക്കി റഷ്യൻ S-400 മിസൈലുകൾ വാങ്ങി. റഷ്യയുമായി സ്വതന്ത്ര വ്യാപാര ചർച്ചകൾ നടത്തി. ഹംഗറി ഇപ്പോഴും റഷ്യയെ സഹായിച്ച് യുക്രൈനെ ബുദ്ധിമുട്ടിക്കുന്നു. അവർ മോസ്കോയുമായി അടുത്ത ബന്ധം നിലനിർത്തുന്നു. നാറ്റോയിലെ ഒരു അംഗരാജ്യം തന്നെ നാറ്റോയുടെ ഉപരോധങ്ങൾ അട്ടിമറിക്കുന്നു. അമേരിക്ക നിസ്സഹായരാണ്. നാറ്റോയിലെ പ്രബലരായ ഫ്രാൻസിന്റെ തണുപ്പൻ മട്ടും അമേരിക്കയ്ക്ക് സഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റമാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ യൂറോപ്യൻ സ്ട്രാറ്റജിക് ഓട്ടോണമിക്കായുള്ള ആഹ്വാനം അമേരിക്കയെ ഞെട്ടിച്ചിരുന്നു. യൂറോപ്പിന് അതിന്റെ സുരക്ഷ നോക്കാൻ അറിയാം. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യൂവെന്ന് അമേരിക്കയെ മര്യാദയോടെ വിലക്കിയ നീക്കം. നാറ്റോയുടെ ഏറ്റവും വലിയ ശത്രുവായ റഷ്യയിൽ നിന്ന് ഒരു നാറ്റോ അംഗം ആയുധങ്ങൾ വാങ്ങുമ്പോൾ അതൊരു വിശ്വാസ ലംഘനമാണ്. മറ്റൊരു രാജ്യം അതിൻ്റെ വീറ്റോ അധികാരം ആഭ്യന്തര രാഷ്ട്രീയ വിലപേശലിനുള്ള ഒരു ഉപകരണമായി ഉപയോഗിക്കുമ്പോൾ നാറ്റോ ഉടമ്പടി ഒരു ട്രാൻസാക്ഷണൽ ബസാറായി മാറുന്നു. നാറ്റോയിലെ അംഗരാജ്യങ്ങൾ ഇനി വെറും അമേരിക്കൻ ഫോളോവേഴ്സ് അല്ല എന്നാണ് ഇതെല്ലാം ഉറപ്പിച്ച് പറയുന്നത്. അവർക്ക് സ്വന്തം ഓഡിയൻസും സ്വന്തം താല്പര്യങ്ങളുമുണ്ട്. അമേരിക്ക ഇപ്പോഴും ഒരു ഭീമനാണ്. ഏറ്റവും വലിയ എക്കോണമി, ഏറ്റവും വലിയ ഇന്നൊവേഷൻ ലാബ്, സമാനതകളില്ലാത്ത സൈനിക ശക്തി. പക്ഷേ ലോകം ഇനിയൊരു വൺമാൻ ഷോ വേദിയല്ല. അതിപ്പോൾ ഭീമന്മാരുടെ ഒരു ഭൂഖണ്ഡമാണ്. കൂടാതെ നിശ്ചയദാർഢ്യമുള്ള പ്രാദേശിക ശക്തികളും. എല്ലാവരും സ്വന്തം ശില്പങ്ങൾ കൊത്തിയെടുക്കുന്നു, സ്വന്തം സിസ്റ്റങ്ങൾ നിർമ്മിക്കുന്നു, മര്യാദയോടെ എന്നാൽ ഉറച്ച ശബ്ദത്തിൽ പറയുന്നു, ഇല്ല, ഞങ്ങൾ ഇനി നിങ്ങളുടെ സ്ക്രിപ്റ്റ് പിന്തുടരില്ല. അടുത്ത പതിറ്റാണ്ടിലെ ചോദ്യം അമേരിക്ക നയിക്കുമോ എന്നതല്ല, മറിച്ച് നയിച്ചാൽ ആര് പിന്തുടരുമെന്നതാണ്. 2011 അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ഹിലാരി ക്ലിന്റൺ ഫോറിൻ പോളിസി മാഗസിനിൽ അമേരിക്കാസ് പസഫിക് സെഞ്ചുറി എന്ന പേരിൽ ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിലാണ് പിവറ്റ് ടു ഏഷ്യ എന്ന പുതിയ നയതന്ത്ര വാക്ക് പിറന്നത്. 21-ാം നൂറ്റാണ്ടിൽ അമേരിക്ക അതിന്റെ നയതന്ത്രം കേന്ദ്രീകരിക്കുക ഇൻഡോ പസഫിക്കിലായിരിക്കുമെന്ന് ലേഖനത്തിൽ ഹിലാരി ക്ലിന്റൺ വ്യക്തമാക്കിയിരുന്നു. മിഡിൽ ഈസ്റ്റിലെ ഒരിക്കലും നിൽക്കാത്ത യുദ്ധങ്ങളിൽ നിന്നും യൂറോപ്പിലെ സ്ഥിരമായ സമാധാനത്തിൽ നിന്നും നയതന്ത്ര ശ്രദ്ധയും സൈനിക ആസ്തികളും സാമ്പത്തിക ശ്രദ്ധയും മാറ്റുമെന്നും അവർ പ്രഖ്യാപിച്ചു. എന്നിട്ടെന്തുണ്ടായി? അതെ, ചരിത്രം ഇടപെട്ടു. ആർക്കും സ്വന്തം കഥയിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. സംഭവിച്ചത് ഒരു സ്ട്രാറ്റജിക് വിപ്ലാഷാണ്. ഒബാമ ഭരണകൂടത്തിന്റെ പിവറ്റ് നയം പ്രഖ്യാപിച്ചയുടൻ തന്നെ ഐസിസ് ശക്തി പ്രാപിച്ചു. അമേരിക്കയ്ക്ക് അതിന്റെ എയർ പവറും സ്പെഷ്യൽ ഫോഴ്സുകളും ഇറാഖിലേക്കും സിറിയയിലേക്കും തിരികെ റീപിവറ്റ് ചെയ്യേണ്ടി വന്നു. കുറച്ചു കഴിഞ്ഞ് ട്രംപ് ഭരണകൂടത്തിന്റെ ഫ്രീ ആൻഡ് ഓപ്പൺ ഇൻഡോ പസഫിക് തന്ത്രം ഉത്തര കൊറിയയുമായുള്ള ക്രൈസിസ് ഡിപ്ലോമസിയിൽ മുങ്ങിപ്പോയി.
പിന്നീട് ഒരു വ്യക്തമായ ചൈന ഫസ്റ്റ് നിലപാടുമായി ബൈഡൻ ഭരണകൂടം അധികാരമേറ്റു. എന്നാൽ കോൾഡ് വാറിന് ശേഷം പെന്റഗൺ ആസൂത്രണം ചെയ്യാത്ത ഒരു സമ്പൂർണ്ണ പരമ്പരാഗത കരയുദ്ധം, റഷ്യ യുക്രൈൻ വാർ, യൂറോപ്പിൽ പൊട്ടിപ്പുറപ്പെട്ടു. കോൺഗ്രഷണൽ റിസർച്ച് സർവീസ് പ്രകാരം 2022 മുതൽ യുക്രൈന് അമേരിക്ക $113 ബില്യൺ സുരക്ഷാ സഹായം നൽകിയിട്ടുണ്ട്. ഇത് പണം മാത്രമല്ല, ജാവലിനുകൾ, സ്റ്റിങ്ങറുകൾ, 155mm ആർട്ടിലറി ഷെല്ലുകൾ എന്നിവയുടെ വലിയ ശേഖരമടക്കം ഏഷ്യയിലെ അടിയന്തര സാഹചര്യങ്ങൾക്കായി സംഭരിച്ച യുദ്ധോപകരണങ്ങളാണ് യുക്രൈന് നൽകിയത്. ഈ സ്റ്റോക്കുകൾ വീണ്ടും നിറയ്ക്കാൻ വർഷങ്ങൾ എടുക്കുമെന്നും ഇത് വലിയ സുരക്ഷാ ഭീഷണിയാണെന്നും 2023 US ആർമി സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പോലീസ് ആയുധമില്ലാതെ നിൽക്കുകയാണെന്ന് കണ്ടാൽ അക്രമികൾ വീണ്ടും സംഘടിക്കാൻ തുടങ്ങും. താരിഫുകൾ കൂട്ടി പണം സംഭരിച്ചിട്ട് വേണം ഇവയെല്ലാം വീണ്ടും വാങ്ങി നിറയ്ക്കാൻ എന്നതാണ് ട്രംപിന്റെ പോളിസി. അത് അമേരിക്കക്കാരുടെ വേറൊരു വിധി. ഇതിനൊപ്പം ഗാസ സംഘർഷത്തിൽ നിന്നുള്ള ഉപോൽപ്പന്നമായ ചെങ്കടലിലെ ഹൂത്തി ആക്രമണങ്ങൾ വാണിജ്യ കപ്പൽ ഗതാഗതം സംരക്ഷിക്കാനുള്ള കഠിനമായ പ്രതിരോധത്തിലേക്ക് US നേവിയെ കൊണ്ടുചെന്നെത്തിച്ചു. 2024 തുടക്കം വരെ US ഡിസ്ട്രോയറുകൾ ചെറിയ ബഡ്ജറ്റുള്ള ഒരു മിലീഷ്യക്കെതിരായ അട്രേഷൻ ക്യാമ്പയിനിൽ കണക്കില്ലാത്ത ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ടിട്ടുണ്ട്. അമേരിക്കയുടെ ഓരോ സ്റ്റാൻഡേർഡ് മിസൈലിനും $2 മില്യൺ ചിലവ് വരുമ്പോൾ അത് നശിപ്പിക്കാൻ ഹൂത്തികൾ തൊടുക്കുന്ന ഡ്രോണിന് $500 മാത്രമാണ് ചിലവ്. പെന്റഗണിന്റെ ബജറ്റ് വളരെ വലുതാണ്, ഏകദേശം $900 ബില്യൺ. എന്നാൽ അത് അവസാനമില്ലാത്ത പണമല്ല. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനുള്ളിൽ ചൈനയുടെ സൈനിക ബജറ്റ് 600% വർദ്ധിച്ചു. അവരിതെല്ലാം നിരീക്ഷിക്കുകയായിരുന്നു. അവർ വിഭവങ്ങൾ സൂക്ഷിച്ച് ചിലവാക്കി. ഒരു ഗ്രനേഡ് പോലും വെറുതെ പൊട്ടിച്ചു കളഞ്ഞില്ല. എല്ലാം നല്ല വിലയ്ക്കാണ് വിറ്റത്. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള അമേരിക്കൻ സൈനിക തിയറിയുടെ കാതൽ ഓവർമാച്ചാണ്. മികച്ച സാങ്കേതികവിദ്യ, പരിശീലനം, വിഭവങ്ങൾ എന്നിവയിലൂടെ വിജയം നേടുക. എന്നാൽ സാങ്കേതികവിദ്യ വില കുറഞ്ഞതും ആഗോളതലത്തിൽ ലഭ്യമായതുമായ ഒന്നായി മാറുമ്പോൾ എന്ത് സംഭവിക്കും? യുക്രൈൻ യുദ്ധം രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം മാത്രമല്ല, ഇത് യുദ്ധങ്ങളുടെ ഭാവി സംബന്ധിച്ച ഒരു ലബോറട്ടറിയാണ്. വളരെ ചെറിയ സൈന്യമായ യുക്രൈൻ $1000 നിർമ്മിച്ച ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോണുകൾ ഉപയോഗിച്ച് മില്യൺ കണക്കിന് ഡോളർ വിലമതിക്കുന്ന റഷ്യൻ ടാങ്കുകൾ നശിപ്പിച്ചു. അവർ സീബോൺ ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യൻ ബ്ലാക്ക് സീ ഫ്ലീറ്റിനെ നിലംപരിശാക്കി. റഷ്യയുടെ അഭിമാനമായ ഹോം പോർട്ടായ സെവാസ്റ്റോപോളിൽ നിന്ന് കപ്പലുകൾ മാറ്റി സ്ഥാപിക്കാൻ അവരെ നിർബന്ധിതരാക്കി. അട്രേഷന്റെ ഗണിതശാസ്ത്രം തലകീഴായി മറിഞ്ഞത് കണ്ടോ? $10 മില്യൺ വിലമതിക്കുന്ന T-90M റഷ്യൻ ടാങ്കിനെ ചൈനീസ് നിർമ്മിത ഏവിയേഷൻ മോട്ടോറും ഒരു ഗ്രനേഡും ഉപയോഗിച്ച് നിർമ്മിച്ച ഡ്രോൺ വഴി നിഷ്ക്രിയമാക്കാൻ കഴിയും. ഇത് ഊഹാപോഹമല്ല, ഇന്നത്തെ ദിവസവും സംഭവിക്കുന്നതാണ്. ഇത് 2 കാര്യങ്ങളിലാണ് യുഎസിന്റെ മേൽക്കൈ ഇല്ലാതാക്കുന്നത്. ഒന്നാമതായി, ഒരെണ്ണത്തിന് $80 ബില്യൺ വിലയുള്ള F-35 ലൈറ്റ്നിംഗ് II അല്ലെങ്കിൽ $13 ബില്യൺ വിലയുള്ള ജെറാൾഡ് ആർ ഫോർഡ് കാരിയർ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വലിയ തമാശകളായി മാറിയിരിക്കുന്നു. അമേരിക്കയ്ക്ക് ഇതെല്ലാം കാട്ടി ഇനി ആരോടും വിലപേശാനും ഭീഷണിപ്പെടുത്താനും കഴിയില്ല. ഇറാന്റെ പ്രോക്സികളും ചൈനയുടെ ഫാക്ടറികളും ചെലവ് വളരെ കുറഞ്ഞവയാണ്. ഇനിയുള്ള ലോകം കടന്നൽക്കൂട്ടത്തിൻ്റെതാണ്, രാജാക്കന്മാരുടേതല്ല. ഭൂമിയിൽ നിന്നും മുകളിൽ ശൂന്യാകാശത്ത് അമേരിക്കയുടെ അപ്രമാദിത്വം 10 വർഷം മുമ്പെങ്കിലും അവസാനിച്ചിട്ടുണ്ട്. ബഹിരാകാശത്തെ US GPS കോൺസ്റ്റലേഷൻ ഒരിക്കൽ അതിന് സമാനതകളില്ലാത്ത സൈനിക സാമ്പത്തിക മേൽക്കൈ നൽകിയിരുന്നു. ഇന്ന് ചൈനയ്ക്ക് സ്വന്തമായി ബേഡോ സിസ്റ്റമുണ്ട്. ഇത് 2020 മുതൽ പൂർണ്ണമായും ആഗോളതലത്തിൽ പ്രവർത്തനക്ഷമമാണ്. ചൈനയും റഷ്യയും ആന്റി സാറ്റലൈറ്റ് ആയുധങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട്. മറ്റ് ബഹിരാകാശ പേടകങ്ങളുമായി ഗ്രാപ്പിൾ ചെയ്യാൻ കഴിവുള്ള റോബോട്ടിക് ആംസ് ഉള്ള സർവീസ് സാറ്റലൈറ്റുകൾ ചൈന ആവർത്തിച്ച് വിക്ഷേപിച്ചിട്ടുണ്ട്. US സ്പേസ് ഫോഴ്സിന്റെ പ്രധാന പരിപാടി അതിൻ്റെ അടുത്ത് സംശയാസ്പദമായി എത്തുന്ന സാറ്റലൈറ്റുകളെ ആട്ടി ഓടിക്കലാണ്. അവിടെയും അമേരിക്കയുടെ സ്വസ്ഥത കെടുത്തുകയാണ് കടന്നലുകൾ. സൈബർ ലോകത്തിൽ ആധിപത്യം എന്ന ആശയം എല്ലായ്പ്പോഴും ഒരു മിഥ്യയാണ്. സ്റ്റക്സ്നെറ്റ് വൈറസ് പോലെ US-ന് ശക്തമായ ആക്രമണാത്മക സൈബർ ശേഷിയുണ്ട്. അതിനേക്കാൾ മികച്ചത് റഷ്യയുടെയും ഇന്ത്യയുടെയും കയ്യിലുണ്ടെങ്കിലോ? റഷ്യയുടെ 2020 സോളാർ വിൻഡ് ഹാക്ക് ഓർമ്മയില്ലേ? ഒരു റുട്ടീൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി 9 US ഫെഡറൽ ഏജൻസികളെയും 100 കണക്കിന് സ്വകാര്യ കമ്പനികളെയും അത് തകർത്തു. 2021 കൊളോണിയൽ പൈപ്പ് ലൈൻ റാൻസംവെയർ അറ്റാക്ക് റഷ്യയിൽ നിന്നുള്ള ക്രിമിനൽ ഗ്രൂപ്പാണ് നടത്തിയത്. US ഈസ്റ്റ് കോസ്റ്റിൽ അന്ന് സൈബർ അടിയന്തരാവസ്ഥയായിരുന്നു. ക്രൗഡ് സ്ട്രൈക്ക്, മാൻഡിയന്റ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഡാറ്റ കാണിക്കുന്നത് ചൈന, റഷ്യ, ഇറാൻ, ഉത്തര കൊറിയ എന്നിവിടങ്ങളിലെ സ്റ്റേറ്റ് ഹാക്കർമാരിൽ നിന്നുള്ള സ്പൈവെയർ, റാൻസംവെയർ, ഇന്റലിജൻസ് ലീക്ക് എന്നിവയുടെ നിരന്തരമായ ദിനംപ്രതിയുള്ള ആക്രമണത്തിന് അമേരിക്ക ഇരയാകുന്നുവെന്നാണ്. ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തളർത്താനും അതിന്റെ രഹസ്യങ്ങൾ മോഷ്ടിക്കാനും അതിന്റെ സ്ഥാപനങ്ങളിൽ അവിശ്വാസം വളർത്താനും ഏഷ്യൻ കടന്നലുകൾക്ക് ഇനിയൊരു സൈന്യം ആവശ്യമില്ല. അതിന് കഴിവുള്ളൊരു ഹാക്കിംഗ് ടീമും ഇന്റർനെറ്റ് കണക്ഷനും മാത്രം മതി. ഈ അസിമെട്രിക് വൾണറബിലിറ്റി ഡിജിറ്റൽ നെറ്റ്വർക്കുകളിൽ പ്രവർത്തിക്കുന്ന മഹാശക്തിയുടെ അടിത്തറയിലെ നിർണായക വിള്ളലാണ്. ഒരാഗോള പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ലോകം ആദ്യം വിളിച്ചിരുന്ന നമ്പർ ഇതായിരുന്നു: 1202-456-1414, വൈറ്റ് ഹൗസിലെ ഹോട്ട്ലൈൻ നമ്പർ. ഈ നമ്പർ ലോകത്തിലെ 147 രാജ്യങ്ങളുടെ ഹോട്ട്ലൈൻ സ്വിച്ചുകൾ വൈറ്റ് ഹൗസുമായി ബന്ധിപ്പിച്ചിരുന്നു.
മോദിയുടെ ഓഫീസിലും ജാപ്പനീസ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും ഇസ്രായേലിന്റെ സെക്യൂരിറ്റി റൂമിലുമെല്ലാം ഈ ഹോട്ട്ലൈൻ കണക്ഷൻ ഉണ്ട്. 1990 മുതൽ 2015 വരെ ആ ഫോണിന് വിശ്രമം ഉണ്ടായിരുന്നില്ല. ഇന്നത് ഏറെക്കുറെ നിശ്ചലമാണ്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. 2023 വർഷങ്ങളോളം നീണ്ട പ്രോക്സി യുദ്ധങ്ങൾക്ക് ശേഷം സൗദി അറേബ്യയും ഇറാനും അനുരഞ്ജനം പ്രഖ്യാപിച്ചു. ചർച്ചകൾ അമേരിക്കൻ ആഭിമുഖ്യത്തിൽ ജനീവയിലോ വിയന്നയിലോ ആയിരുന്നില്ല നടന്നത്. ബീജിംഗ് ആയിരുന്നു മധ്യസ്ഥർ. മിഡിൽ ഈസ്റ്റേൺ നയതന്ത്രത്തിലേക്കുള്ള ചൈനയുടെ ആദ്യത്തെ കടന്നുകയറ്റം, അതും വിജയത്തോടെ. അതുപോലെ യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക കീവിനെ ആയുധമണിയിക്കുമ്പോൾ നാറ്റോയിലെ മറ്റ് കളിക്കാർ നിർണായകമായ മധ്യസ്ഥ റോളുകൾ ഏറ്റെടുത്തു. വാഷിംഗ്ടണുമായി പലപ്പോഴും തർക്കത്തിലായിരുന്ന നാറ്റോ സഖ്യകക്ഷിയായ തുർക്കി 2022 നിർണായകമായ ബ്ലാക്ക് സീ ഗ്രെയിൻ ഇനീഷ്യേറ്റീവിന് മധ്യസ്ഥത വഹിച്ചു. യുക്രൈൻ ഭക്ഷ്യക്കയറ്റുമതിക്ക് അതോടെ വഴി തുറന്നു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ബന്ദിച്ചർച്ചകളിൽ ഖത്തർ ഒരു പ്രധാന ഇടനിലക്കാരനായിരുന്നു. ഇത് നമ്മോട് എന്താണ് പറയുന്നത്? അമേരിക്ക സൃഷ്ടിച്ച മധ്യസ്ഥ റോളിന്റെ ശൂന്യതയിലേക്ക് കടന്നു ചെല്ലാൻ മറ്റ് രാജ്യങ്ങൾക്കും കഴിവും പ്രാപ്തിയുമുണ്ട്. അവർ ഒരു ബദൽ വാഗ്ദാനം ചെയ്യുന്നു. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, ഒന്നിലും കണ്ണുവെക്കാതെ സമാധാനപരമായ തീർപ്പുകൾ ഉണ്ടാക്കുന്നു. മധ്യസ്ഥത സൗജന്യമാക്കുന്നു. അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നില്ല. റഷ്യയെ നോക്കൂ. 2022 ഉപരോധങ്ങൾക്ക് ശേഷവും റഷ്യൻ സമ്പദ് വ്യവസ്ഥ തകർന്നില്ല. അത് അഡാപ്റ്റ് ചെയ്തു. ഓയിൽ ടാങ്കറുകളുടെ ഒരു ഷാഡോ ഫ്ലീറ്റ് ഉയർന്നു വന്നു. അമേരിക്ക ഉപരോധിച്ച എണ്ണ ഇന്ത്യയിലേക്കും ചൈനയിലേക്കും ഒഴുകി. അവിടെ ശുദ്ധീകരിച്ച് ആഗോള വിപണിയിലെത്തി. മധ്യേഷ്യയുമായുള്ള വ്യാപാരം വർദ്ധിച്ചു. ലോകത്തിന് ലഭിച്ച പാഠം ഇതായിരുന്നു: അമേരിക്കൻ സാമ്പത്തിക പിന്തുണ ഒരു വിനാശകരമായ ബാധ്യതയായി മാറിയേക്കാം. അതിനാൽ ഇറാൻ മുതൽ വെനിസ്വേല വരെ രാജ്യങ്ങൾ മുൻകൈയെടുത്ത് ഉപരോധം മറികടക്കാനുള്ള നെറ്റ്വർക്കുകൾ നിർമ്മിച്ചു. US ഉപരോധങ്ങളുടെ എക്സ്ട്രാ ടെറിട്ടോറിയൽ റീച്ച് മൂലം അസംതൃപ്തരായ യൂറോപ്യൻ സഖ്യകക്ഷികൾ പോലും ഇറാനുമായി വ്യാപാരം ചെയ്യാൻ സ്വിഫ്റ്റിന് പകരം ഇൻസ്റ്റെക്സ് സൃഷ്ടിച്ചു. അമേരിക്കൻ ഉപരോധങ്ങൾ ഇനിയൊരു ക്ലീൻ കില്ലല്ല. അത് പലപ്പോഴും ഇരയാകുന്ന രാജ്യത്തിന്റെ ശക്തിയും കൗശലവും വർദ്ധിപ്പിക്കുകയും തങ്ങളാണ് അടുത്ത ഇരയാകാൻ പോകുന്നത് എന്ന ഭയത്താൽ മറ്റ് രാജ്യങ്ങളെ അകറ്റുകയും ചെയ്യുന്നു. അമേരിക്ക ലോക വിപണിയിലും നയതന്ത്രത്തിലും തോറ്റമ്പിപ്പോയതിന്റെ ദൃഷ്ടാന്തമാണ് ആഗോള സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി. ഓരോ കമ്പ്യൂട്ടറിന്റെയും സ്മാർട്ട് ഫോണിന്റെയും അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റത്തിന്റെയും കാറുകളുടെയും തലച്ചോറ് എണ്ണയേക്കാൾ പ്രാധാന്യമുള്ള 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും നിർണായകമായ കമ്മോഡിറ്റി. സംശയമില്ലാതെ പറയാം, അമേരിക്ക സെമി കണ്ടക്ടറിന്റെ മാനുഫാക്ചറിംഗ് ഡൊമിനൻസ് സ്വമേധയാ അടിയറവെക്കുകയായിരുന്നു. 1990കളിൽ ലോകത്തിലെ സെമി കണ്ടക്ടറുകളുടെ 40% ഉൽപ്പാദിപ്പിച്ചിരുന്നത് അമേരിക്കയാണ്. അത് ഡിസൈനിലും കട്ടിംഗ് എഡ്ജ് ഫാബ്രിക്കേഷനിലും മുന്നിട്ടു നിന്നു. അവർ ഹൈപ്പർ എഫിഷ്യൻസി എന്ന മാമൂൽ പിന്തുടർന്നു. പിന്നീട് ഹൈ മാർജിൻ ഡിസൈനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി അവർ പ്രൊഡക്ഷൻ തായ്വാൻ ഔട്ട്സോഴ്സ് ചെയ്തു. അത് വാൾ സ്ട്രീറ്റ് ആർത്തിമൂത്ത് ചെയ്തതാണ്, ലാഭം കൂട്ടാൻ. പിന്നീട് സംഭവിച്ചത് ചരിത്രമാണ്, നമുക്കെല്ലാം അറിയാവുന്നതുമാണ്. ഫാബുകൾ നിർമ്മിക്കുന്നതിനുള്ള ചെലവേറിയ ജോലികൾ ഏഷ്യയിലേക്ക് പോയി. ബ്ലൂ പ്രിന്റുകൾ നിയന്ത്രിച്ചാൽ മാത്രം മതിയെന്ന് അമേരിക്ക സ്വയം വിശ്വസിച്ചു. ഫാക്ടറി ഫ്ലോറാണ് യഥാർത്ഥ സിംഹാസനമെന്ന് അവർ കണ്ടില്ല. ഇന്ന് ക്ലാസ് ചിപ്പുകൾ മുതൽ AI-ക്കും സൂപ്പർ കമ്പ്യൂട്ടറുകൾക്കുമുള്ള 3 നാനോമീറ്റർ 2 നാനോമീറ്റർ ബ്രെയിനുകൾ വരെയുള്ള അഡ്വാൻസ്ഡ് ചിപ്പുകൾ ഏതാണ്ട് പൂർണ്ണമായും ഉൽപ്പാദിപ്പിക്കുന്നത് ഒരൊറ്റ കമ്പനിയാണ്, തായ്വാനിലെ തായ്വാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനി എന്ന TSMC. ഇതിനൊപ്പം ദക്ഷിണ കൊറിയയിലെ സാംസങ്ങും. ആഗോള ചിപ്പ് മാനുഫാക്ചറിംഗിൽ US-ന്റെ പങ്ക് 12% ഇടിഞ്ഞു. അതിന് പ്രാധാന്യമുണ്ട്. അമേരിക്കയുടെ മുഖ്യ എതിരാളിയായ ചൈന തായ്വാനിൽ നിന്ന് 100 മൈൽ മാത്രം അകലെയാണ്. അമേരിക്കയുടെ മുഴുവൻ ടെക്നോളജിക്കൽ എഡ്ജും സൈനിക വികസനവും സാമ്പത്തിക ഭാവിയും ലോകത്തിലെ ഏറ്റവും തർക്കമുള്ള ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നിലെ ഒരു ദ്വീപിന്റെ സ്ഥിരതയെ ആശ്രയിച്ചിരിക്കുന്നു. തായ്വാനിൽ സൗത്ത് ചൈന കടലിൽ ഒരു ചൈനീസ് മിസൈൽ വീഴുന്ന ദിവസം അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഇല്ലാതാവും. അതിശയോക്തിയല്ല, പരമാർത്ഥം. പരിഭ്രാന്തമായ ഒരു തിരിച്ചറിവിന്റെ നിമിഷത്തിൽ ഫ്രീ മാർക്കറ്റ് ക്യാപിറ്റലിസത്തിന്റെ ചാമ്പ്യൻ നിവൃത്തികെട്ട് ഒരു വലിയ ഇൻഡസ്ട്രിയൽ പോളിസി പ്രഖ്യാപിച്ചു. $52 ബില്യൺ സബ്സിഡി വാഗ്ദാനം ചെയ്യുന്ന ചിപ്സ് ആൻഡ് സയൻസ് ആക്ട്. പരാജയം സമ്മതിക്കുന്ന ഒരു മൊന്യൂമെന്റൽ അഡ്മിഷനാണിത്. TSMCയോടും സാംസങ്ങിനോടും അമേരിക്കൻ മണ്ണിൽ ഫാബുകൾ നിർമ്മിക്കാൻ അമേരിക്ക അഭ്യർത്ഥിച്ചു. അതിന് ഭൂമിയോ ഫാക്ടറിയോ നികുതി സബ്സിഡിയോ എന്ത് വേണമോ അതെല്ലാം നൽകാമെന്ന് പ്രലോഭിപ്പിച്ചു. ആ ചർച്ചകൾ നടക്കുന്നുണ്ട്. അവസാനമായി ഏതൊരു ആധുനിക സാമ്രാജ്യത്തിൻ്റെയും ജീവരക്തമായ ഊർജ്ജത്തെക്കുറിച്ച് പറയാം. അമേരിക്ക ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ പ്രകൃതിവാതക നിർമ്മാതാവാണ്. അത് ഊർജ്ജ സ്വയം പര്യാപ്തതയുള്ള രാജ്യമാണ്. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? യുക്രൈനിലെ യുദ്ധം കാരണമോ ഹോർമുസ് കടലിടുക്കിലെ മിസൈൽ മഴ മൂലമോ റിയാദിലെ അരാംകോ ബോർഡ് റൂമിലെ തീരുമാനം മൂലമോ അമേരിക്കൻ എണ്ണയുടെ വില മാറും. അതൊന്ന് ചിന്തിച്ചു നോക്കൂ. കുഴിച്ചെടുത്ത് റിഫൈൻ ചെയ്ത ശേഷം ഇതുവരെയായി അമേരിക്കൻ അതിർത്തി കടന്നിട്ടില്ലാത്ത എണ്ണയ്ക്ക് എന്തിനാണ് അന്താരാഷ്ട്ര സമ്മർദ്ദത്തിൽ വില കൂടുന്നത്?
അതാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അവർ സ്വന്തം രാജ്യത്തെ ജനങ്ങളെക്കുറിച്ച് ഏറ്റവും അവസാനം സമയമുണ്ടെങ്കിൽ മാത്രമേ ചിന്തിക്കൂ. യുഎസിന് ലോകത്തിന്റെ എണ്ണ ആവശ്യമില്ലായിരിക്കാം, പക്ഷേ അമേരിക്കൻ എണ്ണയുടെ ബെഞ്ച്മാർക്കായ വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റിന്റെ വില ആഗോള ബ്രെന്റ് ക്രൂഡ് മാർക്കറ്റുമായി ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. എണ്ണ അമേരിക്കയിലാണെന്നത് ശരി, അത് കുഴിച്ചെടുക്കുന്നതും സംസ്കരിക്കുന്നതും അമേരിക്കയിലാണെന്നതും ശരി. പക്ഷേ വില അന്താരാഷ്ട്ര തലത്തിലാവുന്നതിന്റെ കാരണം ഈ കമ്പനികളുടെ ലാഭക്കുതിയാണ്. തങ്ങളുടെ ജീവിതത്തിന്റെ സുരക്ഷ രാജ്യത്തിന്റെ നേതാക്കളുടെ കൈകളിലല്ലെന്ന് പൗരന്മാർക്ക് തിരിച്ചറിവുണ്ടാകുന്ന നിമിഷമാണിത്. അമേരിക്ക നിർമ്മിച്ച, എന്നാൽ ഇനി പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയാത്ത, കുഴപ്പം നിറഞ്ഞ, പരസ്പരം ബന്ധിപ്പിച്ച വെബിന് വിധേയമാണിത്. 70 വർഷത്തോളം ആഗോള പവർ പൊളിറ്റിക്സിന് ഒരൊറ്റ തലസ്ഥാനമേ ഉണ്ടായിരുന്നുള്ളൂ. നിയമങ്ങൾ വാഷിംഗ്ടണിൽ എഴുതപ്പെട്ടു. കറൻസി ഡോളറായിരുന്നു. സുരക്ഷയ്ക്കുള്ള ഉറപ്പ് ഒരു കഴുകന്റെ മുദ്രയോടെ വന്നു. ആ സാമ്രാജ്യത്തിന്റെ ധമനികളായിരുന്നു വേൾഡ് ബാങ്ക്, IMF, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നിവ. ഇവ അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി വ്യാപാരം സ്ഥിരപ്പെടുത്താനും ലിബറലൈസ് ചെയ്യാനും പാശ്ചാത്യ ചട്ടക്കൂടിനുള്ളിൽ ശാശ്വതമായി നങ്കൂരപ്പെടാനും രൂപകൽപ്പന ചെയ്ത സിസ്റ്റമായിരുന്നു. അമേരിക്കയായിരുന്നു മുഖ്യ ശില്പിയും എൻഫോഴ്സറും. എന്നാൽ ശില്പി തന്നെ കോടതി മുറി പൊളിച്ചു തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? 2017 മുതൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏകപക്ഷീയമായി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ അപ്പലേറ്റ് ബോഡിയെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. പുതിയ ജഡ്ജിമാരെ നിയമിക്കുന്നത് അവർ തടഞ്ഞു. എന്തുകൊണ്ട്? ചൈനയോടുള്ള കുശുമ്പ് തന്നെ കാരണം. എന്നാൽ അതിന്റെ ഫലം സിസ്റ്റത്തിന് തന്നെ വിനാശകരമാണ്. റഫറി കളം വിട്ടുപോയെന്ന് മാത്രമല്ല, റൂൾ ബുക്ക് എടുത്ത് ഗേറ്റുകൾ പൂട്ടിയിരിക്കുന്നു. ഈ ശൂന്യതയിലേക്ക് അമ്പരപ്പിക്കുന്ന വലിയൊരു കാഴ്ചപ്പാട് കടന്നുവന്നു. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് അഥവാ BRI 2013 പ്രഖ്യാപിച്ച അടിസ്ഥാന സൗകര്യ വികസന ഫണ്ട് എന്ന രൂപത്തിൽ വേഷം മാറിയ ഒരു ജിയോ പൊളിറ്റിക്കൽ മാസ്റ്റർ സ്ട്രോക്കാണിത്. ലോകം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പദ്ധതി. 150-ലധികം രാജ്യങ്ങളിലായി തുറമുഖങ്ങൾ, റെയിൽവേകൾ, പവർ ഗ്രിഡുകൾ, ഡിജിറ്റൽ നെറ്റ്വർക്കുകൾ എന്നിവയ്ക്കായി ട്രില്യൺ കണക്കിന് ഡോളറാണ് ചൈന വാരി വിതറുന്നത്. നല്ല 8 വരിപ്പാതകൾ ഒറ്റ പൈസ ചെലവില്ലാതെ തങ്ങൾ പണിതു തരാമെന്ന് ചൈന പറഞ്ഞാൽ മറ്റു രാജ്യങ്ങൾ സമ്മതിക്കാതിരിക്കുമോ? വലിയ പാലങ്ങൾ, തുറമുഖങ്ങൾ എല്ലാം സൗജന്യ വായ്പ കൊണ്ട് ചൈന പണിനിർക്കും. ഇതെല്ലാവർക്കും മനസ്സിലാകുന്നൊരു ഭാഷയാണ്. തകർന്ന റോഡുകളുള്ള ഒരു രാജ്യത്തിന് ചൈനീസ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് മാർക്സിസ്റ്റ് സിദ്ധാന്തമായി തോന്നില്ല. തങ്ങളുടെ പൗരന്മാരുടെ 12 മണിക്കൂർ യാത്രയെ 4 കുറയ്ക്കുന്ന ഒരു ഹൈവേ ആണത്. ഒരു ലാൻഡ് ലോക്ക് രാജ്യത്തിന് ലോജിസ്റ്റിക്സ് ഹബ്ബായി മാറാൻ കഴിയുന്ന ഡ്രൈപോർട്ടാണത്. എന്നാൽ ഈ പ്രണയത്തിന് ഫൈൻ പ്രിന്റിൽ ഒരു വ്യവസ്ഥയുണ്ട്: കടവും ഡിപ്പെൻഡൻസിയും. പണം മുടക്കുന്ന ചൈനയോടുള്ള ഡിപ്പെൻഡൻസി. ഈ സമയം അമേരിക്ക എന്തു ചെയ്യുന്നു? മെയ്ഡ് ഇൻ അമേരിക്ക എന്ന പേരിൽ അവശേഷിക്കുന്നതെങ്കിലും നിലനിർത്താൻ ബെയിലൗട്ടുകൾ നൽകുന്നു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധഭീതി ഒഴിഞ്ഞത് താൻ വിളിച്ചു പറഞ്ഞിട്ടാണെന്ന് ബഡായി പറയുന്നു. ഏഷ്യൻ കമ്പനികൾ തങ്ങളുടെ രാജ്യത്തേക്ക് വരാൻ അമേരിക്കൻ സർക്കാർ തന്നെ കൈക്കൂലി നൽകുന്നു. ചൈന ഗ്രീസിലെ പൈറസസിൽ തുറമുഖങ്ങൾക്ക് ധനസഹായം നൽകുമ്പോൾ അമേരിക്ക ടെക്സാസിലെ സാംസങ് പ്ലാന്റിന് സബ്സിഡി ചെക്കുകൾ എഴുതുന്നു. ഒന്ന് സ്വാധീനം പുറത്തേക്ക് വ്യാപിപ്പിക്കുന്നു, മറ്റേത് കപ്പലിന്റെ ചോർച്ച അടയ്ക്കാൻ ശ്രമിക്കുന്നു. ലോകം ഇനി ഒരൊറ്റ ഉടമ്പടിയിൽ ഒരു കാര്യവും തീരുമാനിക്കില്ല. ചോദിക്കാനും പറയാനും വേറെ ആളുകളായി. അത് ബീജിംഗിലെ വായ്പാ ഓഫീസുകളിലും ജനീവയിലെ മീറ്റിംഗ് റൂമുകളിലും അമേരിക്കൻ ഹാർട്ട്ലൻഡിലെ സബ്സിഡി നൽകിയ ഫാക്ടറികളിലും രഹസ്യങ്ങൾ മോഷ്ടിക്കപ്പെടുന്ന ഡിജിറ്റൽ നിഴലുകളിലുമാണ് തീരുമാനിക്കപ്പെടുന്നത്. പോലീസ് ഇപ്പോഴും ബീറ്റിലുണ്ട്, പക്ഷേ നഗരം വലുതാവുകയാണ്. അവിടെ പുതിയ ഗ്യാങ്ങുകളും ഗാങ്സ്റ്റർമാരും എത്തിയിരിക്കുന്നു. എല്ലാ കുലപതികൾക്കും ശരത്കാലമുണ്ട്.